ഇവിടെ ഭഗവാൻ കൃഷ്ണൻ്റെ ചരിതം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഭൂമി മാതാവ് ഒരിക്കൽ വൈകുണ്ഠ ലോകത്തേക്ക് എത്തിച്ചേർന്നു. ആ വൈകുണ്ഠ ലോകത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഭൂമി മാതാവിനോടൊപ്പം ബ്രഹ്മാവും മറ്റു ദേവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഭൂമി മാതാവ് വൈകുണ്ഠത്തിലെത്തി സാക്ഷാൽ ശ്രീഹരി വിഷ്ണു ഭഗവാനെ ദർശിച്ചിട്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് തൻ്റെ ഒരു സങ്കടം ഉണർത്തിക്കാനായിട്ടാണ് ഭൂമി മാതാവ് അവിടെ ഒരു ഗോവിൻ്റെ രൂപത്തിൽ അവിടെ വന്നു ചേർന്നത്. ഇവിടെ ഉണർത്തിക്കുന്ന സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലയോ ഭഗവാനെ, ഭൂമി ഭാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഈ ഭൂമിക്ക് അസഹനീയമായി അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂഭാരം കുറച്ച് അങ്ങ് അനുഗ്രഹിക്കണം. ഇവിടെ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം വളരെ ചിന്തനീയമായി നമ്മൾ എടുക്കേണ്ടതാണ്. എന്താണ് ഭൂമിക്ക് ഭാരം വർദ്ധിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഭൂമിയിലാണ് അല്ലേ? ഈ ഭൂമിയിലാണ് ഈ സർവ്വ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ നിൽക്കുന്നത്. എവിടെയാണ്? ഭൂമിയിലാണ്. പർവ്വതങ്ങളും പാറക്കെട്ടുകളും നദികളും പുഴകളും കായലും മരങ്ങളും എല്ലാം നിൽക്കുന്ന ഭൂമിയിൽ ഇത്രയും ഭാരം വഹിക്കുന്ന ഭൂമിക്ക് എന്താണ് ഇവിടെ അധിക ഭാരമായിട്ട് ഉള്ളത്? ഏത് ഭാരം ഇല്ലാതാക്കാനാണ് സാക്ഷാൽ വിഷ്ണുവിനെ ആശ്രയിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കുന്ന ഈ വസ്തുക്കളിലുള്ള ഭാരമായിരുന്നു എങ്കിൽ ഭഗവാൻ അവതാരം എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ വസ്തുക്കളെയൊക്കെ ഇല്ലാതാക്കണമായിരുന്നു അല്ലേ? ഈ വസ്തുക്കളാണ് ഭാരമെങ്കിൽ എന്ത് ചെയ്യണം? പർവ്വതങ്ങളും പുഴകളും നദികളും ഒക്കെയാണ് ഭാരമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ അതിനെല്ലാം ഇല്ലാതാക്കണമായിരുന്നു. ഇവിടെ അതൊന്നുമല്ല ഭഗവാൻ ചെയ്തത്. ഭഗവാൻ ചെയ്തത് എന്താണ്? ദുഷ്ടന്മാരായ ആൾക്കാരെ നിഗ്രഹിക്കലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഭൂമിക്ക് ഭാരം ആരാണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ അഹങ്കാരികളാണ് ഭൂമിക്ക് ഭാരം എന്ന തത്വത്തിലൂടെ പറയുന്നത്. അജ്ഞാനികൾ എപ്പോഴും അവനവൻ്റെ ജീവിതത്തിനും മറ്റുള്ളവർക്കും ഭാരമായിരിക്കും അജ്ഞാനികൾ. അഹങ്കാരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ഭാരമായിരിക്കും. നമ്മൾ തന്നെ ചിലപ്പോൾ സമൂഹത്തിൽ തന്നെ കേൾക്കുന്നൊരു വാക്കില്ലേ, ഇവനൊക്കെ ഭൂമിക്കൊരു ഭാരമാണ് ഇല്ലേ? ചിലരുടെയൊക്കെ വികൃതികൾ കാണുമ്പോൾ അറിയാതെയാണെങ്കിലും നമ്മൾ പറയും, ഇവനൊക്കെ എന്തിനാണ് ജനിച്ചത്? ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് ചോദിക്കാറില്ലേ? ഇവിടെ ഭാരം എന്ന് പറയുന്നൊരു വസ്തുവിൻ്റെ തൂക്കത്തെ അല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് അത് തൂക്കി നോക്കുന്ന ഭാരത്തെ അല്ല ഇവിടെ ഭൂമി ഭാരം എന്ന് പറയുന്നത്. ആധ്യാത്മിക ചിന്തയിൽ, ഈശ്വര ചിന്തയിൽ ഭാരം എന്ന് പറയുന്നത് അഹങ്കാരത്തെ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളൊക്കെയും ഭാരമില്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായി മാറണം? അഹങ്കാരമില്ലാത്തവരായി മാറണം. അഹങ്കാരികളെ ഇല്ലാതാക്കിയാൽ ഭൂമിയുടെ ഭാരം കുറഞ്ഞു. മനസ്സിലായോ? ഇവിടെ നിന്നാണ് അവതാരത്തിൻ്റെ തത്വത്തെ മനസ്സിലായി. എന്തിനാണ് അവതാരം എന്ന് ചോദിച്ചാൽ, എന്തിനായിരുന്നു? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ അല്ലേ? ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിനെ നിലനിർത്താൻ, അധർമ്മം പെരുകുമ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ സൃഷ്ടിക്കാനും നിലനിർത്താനുമാണ് ഈശ്വരൻ്റെ അവതാരങ്ങളെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അധർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തെയും ബാധിക്കുന്നതാണ് അധർമ്മം. നമ്മൾ വിചാരിക്കും നമുക്ക് മറ്റുള്ളവരെ മാത്രമേ അത് ബാധില്ല. നമുക്ക് മോശമായൊരു ചിന്തയുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും, നമ്മളിലൂടെ മറ്റുള്ളവരെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധർമ്മത്തെ ഇല്ലാതാക്കുക, അജ്ഞാനത്തെ ഇല്ലാതാക്കുക. ഇതാണ് ഭൂമി മാതാവ് ആരോട് പ്രാർത്ഥിച്ചത്? വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചത്. അതാണ് ഭൂഭാരം കുറയ്ക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളും ഭൂമിക്ക് ഭാരമായി മാറരുത്. നമ്മൾ ഭൂമിക്ക് ഭാരമായി മാറിയാൽ നമ്മളെ ഇല്ലാതാക്കാനായിട്ട് ആര് വരേണ്ടി വരും? ഭഗവാൻ വരേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ മിത്രമാവുമോ ശത്രുവാവുമോ? അഹങ്കാരികളായാൽ അഹങ്കാരം വരുന്നതോടുകൂടി നമ്മൾ ആരായി മാറും? ഭഗവാന്റെ ശത്രുവായി മാറും. മനസ്സിലായില്ലേ? ഇവിടെ കംസനും രാവണനും ഒക്കെ ഭഗവാനാൽ കൊല്ലപ്പെടുന്നതിൻ്റെ കാരണം ദുഷ്ടജനങ്ങളായതുകൊണ്ടാണ്. ദുഷ്ടന്മാർ എപ്പോഴും സമൂഹത്തിന് നാശം വിതയ്ക്കുന്നവരാണ്. അപ്പോൾ അവരെ കൊല്ലുന്നത് പോലും ഒരർത്ഥത്തിൽ നല്ല പ്രവൃത്തിയാണെന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? കൊല്ലുന്നത് തെറ്റാണ്, പക്ഷേ ദുഷ്ടന്മാരെ കൊല്ലുന്നത് ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടന്മാരെ വധിക്കുന്നതും അവിടെ ഹിംസയാവില്ല, അഹിംസയായി വരും.
ഇവിടെ നമ്മൾ ഈ അഹിംസ എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അഹിംസ എന്ന് പറഞ്ഞാൽ ആരെയും ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കൽ എന്നുള്ളതല്ല. മനസ്സിലായില്ലേ? അനാവശ്യമായി അകാരണമായി ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. ഇവിടെ ഭഗവത്ഗീതയിലെ വാക്കാണ് അഹിംസ. അതേ ഭഗവത്ഗീതയിൽ തന്നെയാണ് ഭഗവാൻ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചത്. അർജുനൻ തന്നെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ വേണമെങ്കിൽ യുദ്ധം ചെയ്യാതെ ഈ രാജ്യമൊന്നും നേടാതെ ഞാൻ ഇവിടുന്ന് പോയി വല്ല സന്യാസം സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ഉപദേശിച്ചിട്ട് പോലും ആദ്യത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായവും ഒക്കെ ഭഗവാൻ നല്ല ജ്ഞാനോപദേശം കൊടുത്തിട്ടും അർജുനന് സംശയം മാറി. അർജുനൻ വീണ്ടും ചോദിച്ചു ഭഗവാനോട്, ജായസി ചേ കർമ്മണസ്തേ മത ബുദ്ധിർ ജനാർദ്ദന ത്വക്കും കർമ്മണി ഘോരേമാ നിയോജയസി കേശവ. അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ഉപദേശമൊക്കെ കൊള്ളാം, നല്ല ഉപദേശങ്ങളാണ്. പക്ഷേ എന്നിട്ടും എന്നെ എന്തിനാണ് ഈ ഘോരമായ കർമ്മ യുദ്ധം ചെയ്യാൻ വേണ്ടി പറയുന്നത്? അത് പറയാതിരുന്നാൽ എനിക്ക് സന്തോഷമാവില്ല. ഭഗവാൻ എന്താ പറഞ്ഞത്? അർജുന, യുദ്ധം ചെയ്യേണ്ടതാണ് നിമിത്തം മാത്രം. കാരണം ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നതിനേക്കാളും നല്ലൊരു പുണ്യപ്രവൃത്തി വേറെ ഇല്ല. ഇവിടെയും ഭഗവാനോട് സാക്ഷാൽ ഭൂമി മാതാവ് ചെന്ന് പറഞ്ഞത് ഈ ദുഷ്ടന്മാരെ ഇല്ലാതാക്കി ഭൂഭാരം കുറയ്ക്കണം. ഇവിടെ ഭൂമി മാതാവിനോട് ആ സമയത്ത് ഭഗവാൻ എന്തു പറഞ്ഞു? ഞാൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ച് ഭൂഭാരം കുറച്ച് സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്കും കൊടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കംസൻ തൻ്റെ സഹോദരിയായ, കംസനാണ് ഇവിടുത്തെ മുഖ്യ കഥാപാത്രം, ദുഷ്ടന്മാരുടെ നേതാവിൽ പെടുന്ന ആളാണ് കംസൻ. ആ കംസൻ്റെ കുലത്തിൽ തന്നെയാണ് ഭഗവാൻ വന്ന് പിറക്കുന്നത്. കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയുടെ വിവാഹം നടത്തുകയാണ്. കംസൻ ദുഷ്ടനാണെങ്കിലും സഹോദരിക്ക് നല്ല ഭർത്താവ് വേണമെന്ന് കംസൻ്റെ ആഗ്രഹം. നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്താലും നമ്മളെ കുടുംബത്തിനോട് ആരെങ്കിലും ദ്രോഹം ചെയ്യുന്നത് ഇഷ്ടപ്പെടുമോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കും, പക്ഷെ തിരിച്ച് നമ്മളെ കുടുംബത്തിലേക്ക് എല്ലാവരും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം മറ്റുള്ളവരോട് ദുഷ്ടത കാണിക്കുന്ന കംസന് പോലും തൻ്റെ സഹോദരിയെ നല്ല വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന ആഗ്രഹം വന്നു. ഇവിടെ കംസൻ്റെ നേർ സഹോദരി അല്ല ദേവകി, അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. കംസൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകളാണ്, ബന്ധത്തിൽ സഹോദരി തന്നെയാണ്. ഇളയച്ഛനായ ദേവകൻ്റെ പുത്രിയാണ് ദേവകി. നമ്മൾ ഈ പെട്ടെന്ന് പുരാണ കഥകൾ കേൾക്കുന്നത് കൊണ്ട് കംസൻ്റെ പെങ്ങളാണ് ദേവകി എന്ന് കേട്ട് ഈ സ്വന്തം സഹോദരി എന്നൊരു ഭാവത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇനി സ്വന്തം സഹോദരി ആണെങ്കിലും അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ചിന്തിക്കുന്നുണ്ട്. ഇവിടെ സഹോദരി തന്നെയാണ്, പക്ഷേ ദേവകൻ്റെ പുത്രിയാണ് ദേവകി. ആ ദേവകിയോട് ഭയങ്കര സ്നേഹമാണ് കംസന്. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തു. ഈ വിവാഹവേളയിൽ ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച നാട്ടിൽ വന്നവർക്കെല്ലാം കാണേണ്ടി വന്നു. കല്യാണത്തിന് വന്നവർക്ക്, സാധാരണ കല്യാണ വീടുകളിൽ വന്നാൽ എല്ലാവരുടെ ശ്രദ്ധ ആരിലായിരിക്കും? പെണ്ണിലും ചെറുക്കനും ആയിരിക്കും അല്ലേ? അവരാണല്ലോ അന്നത്തെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത്. വധുവരന്മാരാണ്, അവരെയാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷേ ഇവിടെ വന്നവരൊക്കെ പെണ്ണും ചെറുക്കനെ അല്ല നോക്കിയത്, പകരം കംസനെയാണ്. കാരണം കംസൻ ഇത്രയും നല്ല ആളാണോ എന്നൊരു സംശയം ഇതുവരെ ആൾക്കാർക്ക് ഇല്ലായിരുന്നു. ഇപ്പം തോന്നിപ്പോയി. കാരണം ഓടി നടക്കുന്നു, എല്ലാം ചെയ്യുന്നു, എല്ലാവരെ കണ്ട് ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, വിളിച്ചിരുത്തുന്നു, മനസ്സിലായില്ലേ? എല്ലാവരെയും സൽക്കരിക്കുന്നു. അതുമാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വധുവരന്മാർ പോകാൻ നേരത്ത് കുതിരയെ ഓട്ടിക്കാൻ വേണ്ടി വരെ ആര് തയ്യാറായി? കംസൻ തയ്യാറായി. കംസൻ വലിയ വില്ലാളിയൊക്കെയാണ്, വലിയ കരുത്തനാണ്. ആ കംസനാകട്ടെ ഇവിടെ ഒരു സാധുവിനെ പോലെ പെരുമാറുന്നു, നല്ല മനുഷ്യനായി പെരുമാറുന്നു. കംസൻ നന്നായോ എന്നൊരു സംശയം. അതുകൊണ്ട് ആൾക്കാരൊക്കെ അത്ഭുതത്തോടു കൂടി ആരെ നോക്കുന്നു? കംസനെ നോക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. അവിടെ ആ കംസൻ ഈ രഥം ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൗതികമായ ഏതൊരു ആനന്ദത്തിനും ഒരു ക്ഷണികമായ അവസ്ഥ മാത്രമേ ഉള്ളൂ. ശാശ്വതമായ ആനന്ദം തരാൻ ഭൗതികമായ ചിന്തകൾക്കൊന്നും സാധിക്കില്ല. നമ്മൾ ഭൗതികമായ ആനന്ദത്തിന് പുറകിൽ പോയാൽ അത് കേവലം കുറച്ച് സമയത്തേക്കോ ക്ഷണികമായ ഒരു ആനന്ദം തരും, ഒരു സന്തോഷം. അങ്ങനെ കിട്ടുന്നൊരു ആനന്ദം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. കംസൻ വളരെ ആനന്ദത്തിലാണ് പെങ്ങളെ അളിയനെയൊക്കെ ഇരുത്തി രഥം ഓട്ടിക്കുന്നത്. ഒരൊറ്റ ശബ്ദം കേട്ടതോടുകൂടി കംസൻ്റെ സന്തോഷം മുഴുവൻ പോയില്ലേ? ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്ന ഒരൊറ്റ വാക്ക് കേട്ടതോടുകൂടി കംസൻ്റെ സന്തോഷം പോയെന്ന് മാത്രമല്ല, കംസൻ അതുവരെ പ്രകടിപ്പിച്ച സ്നേഹവും പോയി. കാരണം സ്നേഹത്തോടു കൂടിയാണ് പെങ്ങളെ കല്യാണം നടത്തിയത്. ആ പെങ്ങളെ കൊല്ലാനായിട്ട് എന്തെടുത്തു? ആയുധമെടുത്ത് മുടിക്ക് കൊത്തിപ്പിടിച്ച് വധിക്കാൻ വേണ്ടി ഒരുങ്ങി. ഇവിടെയൊക്കെ ഭൗതികമായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അവനവൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയം വന്നാൽ തീർന്നു. കംസനും തൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയം വന്നപ്പോൾ സഹോദരിയോടുള്ള സ്നേഹം തീർന്നു, അതുപോലെയുള്ള സന്തോഷം തീർന്നു. ഇപ്പോൾ എല്ലാ നമ്മളുടെ പുറമേ ഉള്ള നമ്മൾ കാണുന്ന എല്ലാ സന്തോഷങ്ങൾക്കും ഒരു നിസ്സാരതയുണ്ട് എന്ന് നമ്മൾ തിരിച്ച് അറിയുക.
അതിനാണ് ഈ ഒരു തത്വത്തെ പറഞ്ഞത്. ഈ സമയത്ത് മുടിക്ക് കുത്തിപ്പിടിച്ച് വധിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇവിടെ തൻ്റെ പത്നിയായ ദേവകിയെ രക്ഷിച്ചെടുക്കുക എന്ന ആപദ്ധർമ്മം ആരുടെ മുന്നിൽ വന്നു? വസുദേവരുടെ മുന്നിൽ വന്നു. ഇവിടെ ദേവകിക്ക് 8ാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് എന്നാണെന്ന് വല്ല ഉറപ്പുണ്ടോ? കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് പോലും ഉറപ്പൊന്നും ഇല്ല. ഇനി 8ാമത്തെ കുഞ്ഞ് ജനിക്കണമെങ്കിൽ എത്ര കാലം പിടിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഓരോ വർഷവും ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ 8 വർഷം കൊണ്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് മാതാപിതാക്കൾ ആഗ്രഹിക്കുക ഒരു 2-3 വർഷം കഴിഞ്ഞ് മതി അടുത്ത കുഞ്ഞ്. നമ്മളൊക്കെ ഇപ്പം വീടുകളിലൊക്കെ അല്ലേ, ഒരു കുഞ്ഞൊന്ന് പക്വത ഇച്ചിരി വളർന്നിട്ട് മതി അടുത്ത കുഞ്ഞെന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ് ദേവകിക്കും വസുദേവർക്കും എങ്കിൽ 8ാമത്തെ കുഞ്ഞ് ജനിക്കാൻ എത്ര വർഷം എടുക്കും? ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം മതി അടുത്ത കുഞ്ഞിന്. 10-30 വർഷം കഴിയത്തില്ലേ ഏറ്റവും കുറഞ്ഞത്? അത്രയും വേണമെങ്കിൽ 8 തൊട്ട് അത്രയും വർഷം വരെ, ഒരു 10-40 വർഷം വരെ വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് കണക്ക് കൂട്ടാം. അപ്പോൾ അത്രയും വർഷം കഴിഞ്ഞുണ്ടാകുന്ന വിഷയത്തിൽ ഇപ്പോഴേ ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യം വല്ലതും ഉണ്ടോ? കംസൻ ഉത്കണ്ഠപ്പെട്ടു, കാര്യം എന്താ? അജ്ഞാനിയാണ്. പക്ഷെ വസുദേവർ ഉത്കണ്ഠപ്പെട്ടില്ല. കാരണം അന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സുരക്ഷ അന്ന് ചിന്തിക്കാം. ഇപ്പോൾ പ്രധാനം എന്താ? ദേവകിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വസുദേവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞു ഉത്തമനായ പുരുഷനാണ് വസുദേവർ എന്ന് പറഞ്ഞു. ഇവിടെ വസുദേവർ ഉത്തമനായ പുരുഷനാണെന്ന് പറയുന്നതിൻ്റെ ഏക ലക്ഷണം, മുഖ്യമായ ലക്ഷണം എന്ന് പറയുന്നത് വസുദേവർ സത്യം മാത്രം പറയുന്ന ആളും പാലിക്കുന്ന ആളുമാണ്. സത്യം പറയുവാനും അത് പാലിക്കുവാനുമാണ് ലോകത്തിലെ ഏറ്റവും പ്രയാസം. മനസ്സിലായില്ലേ? പറയുന്നത് മാത്രം സത്യമായിട്ട് കാര്യമില്ല, പറയുന്ന വാക്ക് പാലിക്കേണ്ടവനും കൂടിയാവുമ്പോഴാണ് സത്യനിഷ്ഠനായി മാറുന്നത്. ഇതാണ് ആരുടെ യോഗ്യത? വസുദേവരുടെ ഏറ്റവും വലിയ യോഗ്യത. കാരണം നാവിനെ നിയന്ത്രിച്ചവനും കർമ്മത്തെ ജയിച്ചവനും, ഇതാണ് വസുദേവരെ. ലോകത്ത് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള 2 കാര്യം, ഒന്ന് അവനവൻ ചെയ്യുന്ന പ്രവൃത്തി. മനസ്സിലായില്ലേ? നമ്മൾ ആരെങ്കിലും സ്വയം ചിന്തിച്ചിട്ടാണോ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്? പലപ്പോഴും ചിലപ്പോൾ മനസ്സ് തോന്നുന്നതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെയോ നാവിനെ നിയന്ത്രിക്കുക. സത്യം പറയുക എന്ന് വെച്ചാൽ നാവിനെ നിയന്ത്രിക്കുക. ഏറ്റവും പ്രയാസമുള്ളത് നാവിനെ നിയന്ത്രിക്കാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പോലും 5 ഇന്ദ്രിയങ്ങൾ തന്നതിനകത്ത് ഒരു ഇന്ദ്രിയത്തെ മാത്രം ജ്ഞാനേന്ദ്രിയമായും കർമ്മേന്ദ്രിയമായും ഒരുമിച്ച് തന്നു നാവ്. ആ നാവിനെ എന്ത് ചെയ്തു? 2 പൂട്ടിട്ട് പൂട്ടി തന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ കടിക്കുന്ന പട്ടിയെ വീട്ടിൽ വളർത്തുന്നത് കണക്ക് അപകടകരമായി വളർത്തേണ്ട ഒന്നാണ് നാവ്. വേണമെന്ന് ചോദിച്ചാൽ വേണം, വീട്ടുകാവലിന് പട്ടി വേണം. പക്ഷെ തുറന്നിട്ടാൽ വീട്ടുകാരനെയും കടിക്കാം, നാട്ടുകാരനെയും കടിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? നല്ലതുപോലെ പൂട്ടിട്ടാൽ പൂട്ടിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു തൊടലും കൂടെ ഇട്ട് കെട്ടിയിടും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നല്ല 2 പൂട്ട്. എന്തൊക്കെയാണ് 2 പൂട്ടിട്ടത്? ഒന്ന് പല്ലും പിന്നൊന്ന് ചുണ്ടും. മനസ്സിലായില്ലേ? വേണ്ട കണക്ക് മാത്രം ഉപയോഗിക്കാനുള്ള സാധനമാണ് നാവ്. നമ്മളിപ്പോൾ അങ്ങനെയാണോ? സർവ്വ പൂട്ടും പൊളിച്ചിട്ടാണ് നമ്മൾ നാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടുണ്ടാകുന്ന കലഹങ്ങൾ എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ തൊട്ട് നാട്ടിൽ വരെ സർവത്ര കലഹം ഉണ്ടാക്കാൻ 2 സാധനം മതി: നാക്കും കാതും. മനസ്സിലായില്ലേ? പരദൂഷണം കേൾക്കുക, പരദൂഷണം പറയുക. ഇത് 2ഉം ആരൊക്കെ ജീവിതശീലമാക്കിയിട്ടുണ്ടോ അവർ നാട്ടിലെ നല്ല ഒന്നാന്തരമായി ആ നാടിനെ നശിപ്പിക്കുന്ന കാളകൂട വിഷമാണെന്ന് ധരിക്കുക. ഇത് 2ഉം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ ഏകദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ ആനന്ദം. ചിലരൊക്കെ രാവിലെ എണീക്കുന്നത് തന്നെ പരദൂഷണം പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലല്ലേ? ചിലർ രാവിലെ ഉണരുന്നത് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ രാവിലെ ഇറങ്ങി വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. റോഡിൽ കൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തിയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അന്നേരം അവിടുന്ന് വടക്കുന്ന് വരുന്ന ആരൊക്കെയാണ് വാർത്ത കൊടുക്കുന്നതെന്ന് അറിയാം, തെക്കുന്ന് വരുന്നവർക്ക് വാർത്ത ചോദിക്കും. ഇത് 2ഉം കിട്ടിയിട്ട് വേണം പടിഞ്ഞാറേ വീട്ടിലോട്ട് കയറാൻ. എന്തിനാണ് ഇത്? പോയി അവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു ഉറക്കം വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പം നാവിനെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. ഇത് 2ഉം സാധിച്ചാണ് വസുദേവർ. അതാണ് ഭഗവാന്റെ പിതാവൊക്കെയായി മാറുന്നതിനുമൊക്കെ. കാരണം സത്യനിഷ്ഠ ഉള്ളിടത്ത് മാത്രമേ ഈശ്വരൻ്റെ തലം ഉണ്ടാവുകയുള്ളൂ. ആ വസുദേവരൊരു വാക്കു പറഞ്ഞു കംസനോട്: ദേവകിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഞാൻ നിൻ്റെ കയ്യിൽ തന്നുകൊള്ളാം. 8 പുത്രന്മാരെ, 8 പേരാണല്ലോ പ്രശ്നം, അവരെ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. വസുദേവരെ വാക്കിൽ വിശ്വാസമുണ്ട് കംസന്. കംസൻ എന്ത് ചെയ്തു? മോചിപ്പിച്ചു. അതിന് മുമ്പ് ഇടയ്ക്ക് ചില വാദഗതികളൊക്കെ പറയുന്നുണ്ട്. വെറുതെ ഈ ഒരു വാക്കുകൊണ്ട് മാത്രം വിട്ടതല്ല. ഈ കംസൻ അഹങ്കാരിയാണ്, അജ്ഞാനിയാണ്. അജ്ഞാനികളെ പുകഴ്ത്തുക എന്നുള്ളതാണ് അവരെ കൈ പിടിക്കാനുള്ള എളുപ്പവഴി. മനസ്സിലായില്ലേ? അജ്ഞാനികളോട് എതിരിടാൻ പോകുന്നതിനേക്കാളും നല്ലത് അജ്ഞാനികളുടെ ശല്യത്തെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അവരെ അങ്ങ് പുകഴ്ത്തിയേക്കണം. ഇല്ലാത്ത ഗുണമൊക്കെ ഉണ്ടെന്നങ്ങ് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? അതോടുകൂടി അവരങ്ങ്
ആകാശം മുട്ട ഉയർന്ന് എവിടെയെങ്കിലും പോയി തട്ടി അവിടെ കിടന്ന് മരിച്ചോളും. നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അവരോട് വഴക്ക് കൂടാൻ പോകുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു മാർഗ്ഗം വെച്ചാൽ ഇല്ലാത്ത ഗുണമൊക്കെ അവർക്കുണ്ടെന്ന് പറഞ്ഞ് അവരെ അങ്ങ് പൊക്കുക. സുന്ദരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചേച്ചിയുടെ കണക്ക് നല്ല സ്വഭാവമുള്ള ആളില്ല, അല്ലെങ്കിൽ ചേട്ടൻ്റെ കണക്ക് നല്ലൊരാൾ വേറെ ഇല്ല, ചേട്ടൻ വിചാരിച്ചത് കൊണ്ട് മാത്രം ആ കാര്യം അങ്ങനെയൊക്കെ നടന്നതെന്ന് പറഞ്ഞ് ഇല്ലാത്തതൊക്കെ മുഴുവൻ കുളവാക്കി കൊടുത്ത ആളാണെങ്കിലും മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ എന്താ ഈ പുകഴ്ത്തൽ കേട്ട് ഈ പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്നവർ അഹങ്കാരികളാണ്. മനസ്സിലായില്ലേ? അജ്ഞാനികൾക്കാണ് ഈ പുകഴ്ത്തൽ കേൾക്കുന്നത് ഇഷ്ടം. ഈ പുകഴ്ത്തുന്നവരും ആ അജ്ഞാനിയാണ് എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, പല ആൾക്കാരും വേദിയിലൊക്കെ വന്നിരിക്കുമ്പോൾ ചിലർ വന്നിരുന്ന് പുകഴ്ത്തും. ഈ പുകഴ്ത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കും ഭഗവാനെ സ്തുതിക്കുന്നതല്ല പുകഴ്ത്തൽ. സ്തുതിക്കുക എന്ന് പറയുന്നത് ആ ഗുണതത്വങ്ങളെയും, പുകഴ്ത്തുക എന്ന് പറയുന്നത് അഹങ്കാരത്തെയുമാണ് പുകഴ്ത്തുന്നത്. അങ്ങനെ പുകഴ്ത്തുമ്പോൾ ഈ പുകഴ്ത്തുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഇത് കേൾക്കുന്നവൻ മുഴുവൻ അഹങ്കാരി, അയാളത് ഇഷ്ടപ്പെടുന്ന ആളാണ്, അജ്ഞാനിയാണ് എന്ന്. നമ്മളത് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അജ്ഞാനിയാണെന്ന് നമ്മളെ പുകഴ്ത്തുന്നവൻ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? ഇതെപ്പോഴും എല്ലാ കാലത്തും നടക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ വന്ന് ആരെ അങ്ങ് പുകഴ്ത്തി? ഇവിടെ കംസനെ ഒന്ന് പുകഴ്ത്തി. അല്ലയോ കംസ, അങ്ങ് ജ്ഞാനിയല്ലേ? വസുദേവർ ചോദിച്ചതാണ്. കംസൻ ഞെട്ടിപ്പോയി. എടാ ഞാനോ? ജ്ഞാനിയോ? ജ്ഞാനി എന്ന് വെച്ചാൽ അറിവുള്ളവനാണ് എന്ന് പറഞ്ഞു. കംസൻ ഇത് കേട്ടപ്പോൾ തോന്നി കൊള്ളാം, രസമുണ്ട് കേൾക്കാൻ. അല്പം മുമ്പ് അശരീരി എന്താ പറഞ്ഞത്? ഹേ മൂഢ എന്നാ വിളിച്ചത്. അശരീരിയിൽ കേട്ടത് എടാ മണ്ട എന്നാണ്. ഇപ്പം വസുദേവർ പറയുന്നു ജ്ഞാനിയല്ലേ. വളരെ തന്ത്രപൂർവ്വമാണ് വസുദേവർ കൈകാര്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു അങ്ങ് ധീരനല്ലേ? എന്താ ജ്ഞാനിയല്ലേ എന്ന് ചോദിച്ചതിൻ്റെ കാരണം? ജ്ഞാനിയല്ലേ എന്ന് ചോദിച്ചത്, ഇവിടെ ജനിച്ചാൽ ഏതൊരു വസ്തുവും മരണം ഉണ്ടാവും അല്ലേ? ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും. അപ്പോൾ ജനിച്ച വസ്തുവിന് മരണമുണ്ടെന്ന് അറിയാത്ത ആളല്ലോ അങ്ങ് അറിവുള്ള ആളല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങേക്കും മരണം ഉണ്ടാവും. പിന്നെ എന്തിനാ മരണത്തെ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? എന്നായാലും ഉണ്ടാകേണ്ട ഒരു സാധനത്തെ എന്നായാലും വന്നു ചേരുമെങ്കിൽ അതിനെ ഭയക്കേണ്ട ആവശ്യം ഇല്ല. അതിനെക്കുറിച്ചിട്ട് നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. ടെൻഷൻ അടിച്ചില്ലേലും ഭയന്നാലും ഭയന്നില്ലേലും സംഭവിക്കേണ്ട സമയത്ത് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. ജനിക്കേണ്ട സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കേണ്ട സമയത്ത് മരിക്കും. അപ്പോൾ പിന്നെ ജ്ഞാനികളായ ആൾക്കാർ അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നത് പതിവില്ല. കാരണം രണ്ട് തരക്കാർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. രണ്ട് തരക്കാരേ ഉള്ളൂ നമ്മുടെ ഈശ്വരീയമായ ചിന്തയിൽ. ആരൊക്കെയാ? ഗതാസൂൻ, അഗതാസൂൻ. ഗതാസൂൻ എന്ന് പറഞ്ഞാൽ പൊയ്ക്കഴിഞ്ഞവർ, അഗതാസൂൻ എന്ന് വെച്ചാൽ ഇനി പോകാനുള്ളവർ. മനസ്സിലായില്ലേ? ഇപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷൻ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. രാവിലെ കുറേ യാത്രക്കാരവിടെ വന്നു, ടിക്കറ്റ് എടുത്ത് അവിടെ ഇരിക്കുകയാണ്. അവരെല്ലാവരും അവിടെ ആ പ്ലാറ്റ്ഫോമിൽ അവിടെയുണ്ട്. ചിലർക്ക് പോകാനുള്ള ട്രെയിൻ നേരത്തെ വന്നു. ആ ട്രെയിനിൽ പോകേണ്ടവർ ടിക്കറ്റ് എടുത്തവർ അതിൽ കയറി അവർ പോയി. അടുത്ത ട്രെയിനിൽ പോകേണ്ടവർ അതിർത്തേക്ക് കയറി. ചിലർ വടക്കോട്ടുള്ള ട്രെയിനിൽ കയറി, ചിലർ തെക്കോട്ടുള്ള ട്രെയിനിൽ കയറി. ചിലപ്പോൾ നേരത്തെ വന്ന ആളുടെ ട്രെയിൻ ലേറ്റാണെങ്കിൽ അയാൾ താമസിച്ച് പോകും. ചിലപ്പോൾ പെട്ടെന്ന് വന്നാൽ അന്നേരം ട്രെയിൻ കിട്ടിയാൽ അയാൾ പെട്ടെന്ന് പോകും. ഇതുപോലെയാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വന്നു ചിലരൊക്കെ പൊയ്ക്കഴിഞ്ഞവരാണ്. അപ്പോൾ മുമ്പേ വന്നിരുന്ന ആരെങ്കിലും ആദ്യത്തെ ട്രെയിനിൽ പോയവരെ കുറിച്ച് ഓർത്ത് നമ്മളവിടെ ഇരിക്കുന്നവർ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ പോകേണ്ട സമയത്ത് അവരുടെ ട്രെയിൻ അവർ കയറി ഇല്ലേ? എറണാകുളത്തിന് പോകേണ്ടവർ എറണാകുളത്തോട്ട് പോയി, തിരുവനന്തപുരത്ത് പോകേണ്ടവർ തിരുവനന്തപുരത്തോട്ട് പോയി. അടുത്ത ട്രെയിൻ നമ്മളെ വരുന്ന സമയത്ത് നമ്മളും എന്ത് ചെയ്യും? കയറും. അപ്പോൾ ആ സമയം കഴിഞ്ഞ് വരുന്നവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇനി നമ്മൾ ഇന്ന് യാത്ര ചെയ്ത ആൾക്കാരെക്കുറിച്ച് നാളെ വരുന്നവർ ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതുപോലെ ഗതാസൂൻ എന്ന് വെച്ചാൽ പോയവരും, അഗതാസൂൻ ഇനി പോകാനുള്ളവരും. അപ്പം മരണത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ വ്യർത്ഥമാണ് എന്ന് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അതിനിടയിലുള്ള സമയം എങ്ങനെ ജീവിക്കണം. മനസ്സിലായില്ലേ? എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്ന ദുഃഖമാണ് മരണമെങ്കിൽ അതിനിടയിലുള്ള സമയം എങ്ങനെ വിനിയോഗിക്കണമെന്ന് ചിന്തിച്ച് ശ്രേഷ്ഠമായി വിനിയോഗിക്കാൻ ആഗ്രഹിക്കുക. അതാണ് മനുഷ്യജന്മത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയ പാഠം. അപ്പോൾ ഇവിടെ ഇപ്രകാരം പറഞ്ഞു. അത് കഴിഞ്ഞ് ചോദിച്ചു അങ്ങ് ധീരനല്ലേ? ധീരനല്ലേ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? ധീരൻ ഒരിക്കലും ഭയമുണ്ടാവുകയില്ല. അത് കഴിഞ്ഞ് അങ്ങ് പരാക്രമിയല്ലേ? അഥവാ ഭയമുണ്ടെങ്കിലും ജയിക്കാനുള്ള കരുത്തുള്ളതല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെയൊന്ന് പുകഴ്ത്തി? കംസനെ അങ്ങ് പുകഴ്ത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് കംസൻ ഓഫർ കൊടുത്തത്. എന്താ? കിട്ടുന്ന കുഞ്ഞുങ്ങളെല്ലാം അവിടെ എത്തിച്ചോളാം. ഓഫറും കൂടെ കിട്ടിയാൽ പിന്നെ ആര് വീഴും? മനുഷ്യർ വീഴും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ ഓഫർ കണ്ടിട്ടാണല്ലോ അല്ലേ
പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്. നമ്മുടെയൊക്കെ ധാരണ ഈ ഓഫർ തരുന്ന മുതലാളിക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് 250 രൂപയുടെ സാധനത്തിന് 1000 രൂപയുടെ വിലയിടും. 1000 രൂപയുടെ വില ഇട്ടിട്ട് 500 രൂപയുടെ ഓഫർ ഇടും. മനസ്സിലായില്ലേ? നമ്മൾ പോയി 250 രൂപ അധികം കൊടുത്ത് സാധനം മേടിക്കും. നമുക്കൊരു സന്തോഷം, 1000 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് കിട്ടി. നഷ്ടം എത്രയാണെന്ന് ചോദിച്ചാൽ സാധനത്തിൻ്റെ വില 250, അധികം കൊടുത്തത് 250. വീട്ടിൽ വന്നിട്ട് പറയും ഓഫറിന് കിട്ടിയതാണ് കേട്ടോ എന്ന് പറയും. ഇതാണ് ഓഫർ എന്ന് പറയുന്ന സാധനം. എപ്പോഴും എല്ലാ കാലത്തും ഓഫർ കൊടുക്കുന്നത്. സത്യസന്ധമായി ഒരു വ്യവഹാരത്തിനും എന്ത് ആവശ്യമില്ല? ഓഫർ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? പറ്റിക്കലിൻ്റെ മറയാണ് ഓഫർ എന്ന് പറയുന്നത്. അതെപ്പോഴും അറിവില്ലാത്തവനെ വലയ്ക്കാൻ വേണ്ടിയിട്ടും കൂടാണ് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ ഇതുപോലൊരു ഓഫർ അങ്ങോട്ട് കൊടുത്തു. ശരി, അവിടെ അവരെ മോചിപ്പിച്ചു. അവിടെ നേരെ ഇവർ പോയെങ്കിലും ഇവർ ഏതാണ്ട് തടവറയിലേക്ക് തുല്യമായ വാസമാണ്. അവിടെ ദേവകിക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. അവിടെ ആ കുഞ്ഞിനെ വസുദേവർ കൊണ്ടുവന്ന് നേരെ കൃത്യമായി കംസൻ്റെ കയ്യിൽ കൊടുത്തു. കംസൻ ആ കുഞ്ഞിനെ ആദ്യം വധിക്കാൻ തയ്യാറായില്ല. പക്ഷേ നാരദ മഹർഷി അവിടെ വന്നു. നാരദ മഹർഷി കംസനോട് പറഞ്ഞു, കംസ, ദേവന്മാരുടെ ഗണനമനുസരിച്ച് അഷ്ടകൻ എന്നൊരു പേരുണ്ട് ദേവന്മാർക്ക്. അതുകൊണ്ട് ഏതൊരുവനും 8ാമൻ എന്ന പേരിന് അർഹനാണ്. അതുകൊണ്ട് 1ാമനും 2ാമനും ഇല്ല. പിന്നെ 2ാമത്തെ കാര്യം പറഞ്ഞു, അതായത് സാക്ഷാൽ വിഷ്ണുവാണ് വരാൻ പോകുന്നത്. നേരെ വന്ന് പ്രവൃത്തി ചെയ്യുന്ന ആളല്ല വിഷ്ണു. ഏറ്റവും വലിയ മായാജാലക്കാരനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ബോധപൂർവം ഒന്ന് ചിന്തിക്കുക. തൂണിനകത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തൂണിനകത്തുനിന്ന് നരസിംഹമായി ഇറങ്ങി വന്നവനാണ്. കടലിൻ്റെ അടിയിൽ കൂർമ്മമായവനാണ്. അത് കഴിഞ്ഞ് ആണായി നിന്നവൻ നിമിഷ നേരം കൊണ്ട് പെണ്ണായി രൂപം മാറിയവനാണ്. ഇങ്ങനെയൊക്കെയുള്ള മായാജാലങ്ങൾ കാട്ടുന്നവനാണ് വിഷ്ണു. അതുകൊണ്ട് ആ വിഷ്ണുവാണ് വരാൻ പോകുന്നത്, വേറെ ആരുമല്ല, നിൻ്റെ അന്തകനായിട്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് നാരദർ ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കംസൻ്റെ പാവങ്ങളുടെ കലവറ വളരെ വേഗം വർദ്ധിപ്പിക്കണം. അതുമാത്രമല്ല, ഇവിടെ മരീചിയുടെ മക്കളാണ് ദേവകിയുടെ 6 പുത്രന്മാരായിട്ട് ജനിക്കുന്നത്. അവരൊരു ശാപം കൊണ്ട്, ബ്രഹ്മാവിൻ്റെ ശാപം കൊണ്ട് 3 ജന്മങ്ങളിലായിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 3ാമത്തെ ജന്മമാണ് ദേവകിയുടെ പുത്രന്മാരായി വരുന്നത്. ജന്മത്തിൽ തന്നെ അവരെ തിരിച്ച് ജീവിതത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ വധത്തിലേക്ക് കംസനെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്നാണ് ശിശുഹത്യ. കാരണം തിരിച്ചൊന്ന് പ്രതികരിക്കാനോ ശബ്ദമുയർത്താനോ പോലും കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നത് മഹാപാതകമാണ്. കംസൻ്റെ ഈ പാതകത്തിൻ്റെ കലവറ നിറച്ചാലേ കൃഷ്ണ അവതാരത്തിൽ ഭഗവാൻ കാലതാമസം കൂടാതെ ആരെ വധിക്കൂ? കംസനെ വധിക്കുകയുള്ളൂ. കാരണം രാമാവതാരത്തിൽ രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി ദശരഥപുത്രനായി വന്നു എങ്കിലും രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ കുറേ കാലമെടുത്തു. ആദ്യം കുറേ കാലം ബാല്യകാലം കഴിഞ്ഞു, പിന്നെ സീതയെ വിവാഹം കഴിച്ചു, കുറേ കാലം അയോധ്യയിൽ സുഖമായി ജീവിച്ചു. അത് കഴിഞ്ഞ് വനത്തിലേക്ക് പോയി 14 വർഷം പൂർത്തിയാവുന്ന അവസാന ഘട്ടത്തിലാണ് ആരെ നിഗ്രഹിക്കുന്നത്? രാവണനെ നിഗ്രഹിക്കുന്നത്. അന്ന് തന്നെ അത്രയും കാലം കൂടി രാവണൻ്റെ ശല്യം സജ്ജനങ്ങൾ ഭഗവാൻ ജനിച്ചു എങ്കിലും സജ്ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അതുകൊണ്ട് ദേവന്മാർ കൃഷ്ണാവതാരത്തിൽ പോയപ്പോൾ തന്നെ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, രാമാവതാരത്തിലെ കണക്കങ്ങ് കൂടുതൽ സമയമെടുക്കാതെ കർമ്മം ചെയ്യണം. കാരണം ആ ദുഷ്ടനെ കൂടുതൽ കാലം നിർത്തിയാൽ ഞങ്ങൾ ആ ദുഃഖം സഹിക്കേണ്ടി വരും. ഭഗവാൻ ഉറപ്പ് കൊടുത്തിരുന്നു നേരത്തെ. അത് ചെയ്യിപ്പിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ദേവകാര്യാർത്ഥം നാരദർ വന്ന് ഈ 6 കുഞ്ഞുങ്ങളെ വധിക്കുന്നത്. കാരണം വധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് കംസൻ്റെ പാവക്കലവറ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഈ കുഞ്ഞുങ്ങളെ വധിച്ചു. 7ാമത്തെ കുഞ്ഞ് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം രാമാവതാര കാലത്ത് സാക്ഷാൽ ഭഗവാന്റെ അനുജനായ ലക്ഷ്മണനായി വന്ന അനന്തൻ തന്നെയാണ് ഇവിടെ ബലരാമസ്വാമിയായി വരുന്നത്. ഭഗവാന്റെ വിഷ്ണു അംശം കൂടി ചേരുന്നത് കൊണ്ടാണ് ഭഗവാന്റെ അവതാരത്തിൽ ലക്ഷ്മണൻ പെടുന്നില്ലെങ്കിലും ബലരാമൻ പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ സംരക്ഷിക്കേണ്ടത് കൊണ്ട് എന്ത് ചെയ്തു? ദേവകിയുടെ ഉദരത്തിൽ നിന്ന് ആ കുഞ്ഞിനെ രോഹിണിയുടെ ഉദരത്തിലേക്കാക്കി. ആ രോഹിണി വാസുദേവരുടെ മറ്റൊരു പത്നിയാണ് അവിടെ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. 8ാമത്തെ കുഞ്ഞായിട്ട് ഭഗവാൻ വന്നു ചേർന്നു. 8ാമത്തെ കുഞ്ഞായി വരുന്ന സമയത്ത് ദേവകിയുടെ ചൈതന്യം വർദ്ധിക്കാൻ തുടങ്ങി, കംസൻ്റെ ഭയം വർദ്ധിക്കാൻ തുടങ്ങി. കയ്യിലും കാലിലുമൊക്കെ തന്നെ വിലങ്ങിട്ട് ചങ്ങലക്കിട്ട് വളരെ ശക്തമായ കാരാഗൃഹത്തിനുള്ളിൽ ഒരു ഈച്ച പോലും ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര ബന്ധവസാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ബന്ധവസായി ഇരിക്കുന്ന സമയത്താണ് അവിടെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയിൽ ആര് ജനിക്കുന്നത്? ഭഗവാൻ. അർദ്ധരാത്രിയിൽ ഭഗവാൻ അവിടെ ജനിച്ചു. ഭഗവാൻ ജനിച്ചതോടുകൂടി തന്നെ ദേവകിയുടെ കൈകളിലുണ്ടായിരുന്ന, വസുദേവരുടെ കൈകളിലുണ്ടായിരുന്ന വിലങ്ങളൊക്കെ തനിയെ അകന്നു മാറി. എന്താ കാരണം? എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കുവാൻ കഴിവുള്ളവനാണ് ഈശ്വരൻ. ആ ഭഗവാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധനങ്ങൾ ഇല്ല. കർമ്മബന്ധനങ്ങളെല്ലാം അകന്നു മാറും ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വന്ന് അവതരിച്ചാൽ. ഇവിടെ
കംസൻ്റെ കാരാഗൃഹത്തിൽ വന്ന് അവതരിച്ച കൃഷ്ണൻ എങ്ങനെ നമ്മുടെ ഉള്ളിൽ വന്ന് എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവിടെ കംസൻ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചാൽ മതി, മനസ്സിലായില്ലേ? അല്ലാതെ കംസൻ എന്ന് പറയുന്നത് വേറൊരു ദുഷ്ടൻ, ഭഗവാൻ ജയിലിൽ കിടന്നു, ഇതൊക്കെ കഥകളിൽ പുരാണങ്ങളിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മളിലേക്ക് എടുക്കുമ്പോൾ ഭാഗവത കൃഷ്ണനും ദേവകീ കൃഷ്ണനും രണ്ട് ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. ദേവകീ കൃഷ്ണൻ കംസൻ്റെ കാരാഗ്രഹത്തിൽ ജനിച്ച ആ തത്വത്തിലാണെങ്കിൽ ഭാഗവത കൃഷ്ണൻ എന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഭാഗവതത്തിൽ കൃഷ്ണനെ വ്യാസൻ നമ്മളിലേക്ക് പറഞ്ഞത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്, നമ്മളെ ഉയർത്താനാണ്, നമ്മളെ ശരിയായ നിലയിലേക്ക് എത്തിക്കാനാണ്. അങ്ങനെ എത്തണമെങ്കിൽ ഇവിടെ ഭാഗവത കൃഷ്ണൻ ജനിക്കേണ്ടത് ഭക്തൻ്റെ ഹൃദയത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം കംസൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനത്തോടു കൂടിയത് കംസൻ, ദുരഭിമാനമുള്ളവൻ കംസൻ. നമുക്കിത് ആവശ്യം പോലെ ഉണ്ടല്ലോ അല്ലേ? ദേഹാഭിമാന ബോധം ഇല്ലേ നമുക്ക്? ഉണ്ടോ ഇല്ലയോ? ഇല്ല എന്ന് പറയുന്നവർ എണീറ്റ് കഴിയുമ്പോൾ പുറകെ ഇരിക്കുന്ന ആൾ കസേര ഒന്ന് വലിച്ചാൽ മതി, പിന്നെ ഇരിക്കുമ്പോൾ നിലത്തോട്ട് പോയി ഇരിക്കും. അന്നേരം ദേഹാഭിമാനമൊക്കെ തനിയെ പുറത്ത് വരും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്തിരിക്കുന്ന ആളിന് ഒരു കുത്തു കൊടുത്താൽ അത് ഇപ്പോൾ അറിയാം ദേഹാഭിമാന ബോധം. ഇതൊക്കെ നമുക്കുണ്ടാവും. അല്ലെങ്കിൽ പുറകെ ഇരിക്കുന്ന ആളെ ഏതെങ്കിലും ഒരു വൃത്തികെട്ട പദത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പന്നീന്നോ പൂച്ചയെന്നോ അങ്ങനെയൊക്കെയുള്ള മൃഗത്തിൻ്റെ പേര് നമ്മളെ വിളിച്ചാൽ മതി, നമ്മുടെ സ്വഭാവം മാറില്ലേ? കാരണം ദേഹാഭിമാനം നമ്മളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ദേഹാഭിമാന ബോധം പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നതല്ല. പക്ഷേ എങ്കിലും ആ ദേഹാഭിമാന ബോധത്തോട് കൂടിയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ്റെ അവതാരം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇവിടെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിയിൽ ഭഗവാന്റെ അവതാരമുണ്ടായി എന്ന് പറയുന്നു. ആ അവതാരമുണ്ടായ സമയത്ത് തന്നെ എല്ലാ ബന്ധങ്ങളും അകന്നു മാറി. ഈ സമയത്ത് കാവൽക്കാരെല്ലാം മയങ്ങി. കാരണം ഈ കുട്ടി സുരക്ഷിതമാവണം. അതിന് ഭഗവാൻ തന്നെ തൻ്റെ ദിവ്യരൂപത്തെ കാട്ടി അവിടെ വസുദേവരോട് പറഞ്ഞു തന്നെ ഇവിടെ നിന്ന് എവിടെ എത്തിക്കാൻ? നേരെ അമ്പാടിയിൽ യശോദയ്ക്കൊരു കുഞ്ഞ് പിറന്നിട്ടുണ്ട്. അവിടെ നന്ദഗോപർക്ക് യശോദയ്ക്കും വളരെ കാലം വൈകിട്ടാണ് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എത്തിക്കണം. അവിടെ നിന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഇവിടെ എത്തിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ജനിച്ചപ്പോൾ തന്നെ കുട്ടിയെ കടത്തൽ പരിപാടിയാണ്. കുഞ്ഞുനാളിൽ തുടങ്ങി തട്ടിക്കൊണ്ടുപോക്കലും പകർത്തലുമൊക്കെ തുടങ്ങി. ഇവിടെ പറഞ്ഞു കൊടുത്തു. വസുദേവരാകട്ടെ അതും പ്രകാരം ഈ കുട്ടിയെ അവിടെ യശോദയുടെ ഗൃഹത്തിലെത്തിച്ചു. പ്രസവ സമയത്ത് പ്രസവം കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് ഉറങ്ങി യശോദയ്ക്ക് ജനിച്ചതാണാണോ പെണ്ണാണോ എന്നൊന്നും നിജപ്പെടുത്തിയിട്ടില്ല. മറ്റുള്ളവരുമൊക്കെ ഭഗവാന്റെ ആ മായ കൊണ്ട് ഗാഠനിദ്രയിലായിരുന്നു. ആ കുഞ്ഞിനെ അവിടെ കിടത്തി പകരം ആ പെൺകുഞ്ഞിനെ എടുത്ത് തിരിച്ച് കംസൻ്റെ കാരാഗൃഹത്തിൽ കൊണ്ടുവന്നു. ഈ പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കംസന് പടയാളികൾ ഉണർന്നു. ആ വിലങ്ങുകളൊക്കെ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. കംസൻ വളരെ വേഗത്തിൽ അവിടേക്ക് ഓടിയെത്തി വിവരം അറിഞ്ഞ് കംസൻ ആ കുഞ്ഞിനെ നിലത്തേക്ക് അടിക്കുമ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി അവിടെ നിന്നുകൊണ്ട് ആ ദേവതാരൂപം സ്വീകരിച്ച് അഷ്ടഭുജത്തോടുകൂടി കാർത്യായനി ദേവി എന്ന ഭാവമാണ്, കാർത്യായനി അവതാരമാണ് ആ ദേവിയായി മാറി. അവിടെ നിന്നുകൊണ്ട് കംസനോട് പറഞ്ഞു, നിൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന വൃത്താന്തം കൂടി പറഞ്ഞു. എന്നോട് നിൻ്റെ പരാക്രമമൊന്നും വേണ്ട എന്ന് കൂടി പറഞ്ഞിട്ട് ദേവി അന്തർധാനം ചെയ്തു. ഇവിടെ കൃഷ്ണ സഹോദരി എന്ന ഭാവം കൂടി കാർത്യായനി ദേവിക്ക് ഉണ്ട്. ഇവിടെ നമ്മളത് ആലോചിച്ച് നോക്കുക. ഭഗവാന്റെ ലീലകൾ വളരെ അത്ഭുതകരമായ ലീലകളാണ് കൃഷ്ണാവതാര ലീലകളെന്ന് പറയപ്പെടുന്നത്. ഇവിടെ തനിക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് തന്നെ വളർത്താനുള്ള ഭാഗ്യം കൊടുത്തിട്ടില്ല ഭഗവാൻ. ഉണ്ടോ? ദേവകിക്ക് ഭഗവാന് ജന്മം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദേവകിക്ക് ഭഗവാനെ വളർത്താനുള്ള ഭാഗ്യം അവിടെ കൊടുത്തില്ല. ഇനി മറ്റൊരമ്മയ്ക്ക് ആ ഭാഗ്യം കൊടുത്തു. ആർക്കാ കൊടുത്തത്? യശോദയ്ക്ക് കൊടുത്തു. യശോദയ്ക്ക് അത് കൊടുത്ത സമയത്ത് ഭഗവാൻ ചെയ്തതെന്താ? ആ യശോദയുടെ സ്വന്തം കുഞ്ഞിനെ അവിടെ നിന്ന് അപഹരിച്ചു. അപ്പോൾ ജന്മം തന്ന അമ്മയ്ക്ക് വളർത്താനുള്ള ഭാഗ്യം കൊടുത്തില്ല. ഇനി വളർത്താൻ കൊടുത്ത അമ്മയ്ക്ക് അമ്മയുടെ സ്വന്തം കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തു. ഇനി ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ കൊടുത്താൽ പകരം വേറൊരു കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? ഏതെങ്കിലും ഒരു അമ്മയെടുത്ത് ഒന്ന് പറയാം, നിൻ്റെ കുഞ്ഞ് കാണാൻ കൊള്ളത്തില്ലാത്ത സുന്ദരനല്ല, നിൻ്റെ കുഞ്ഞ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിന് കണ്ണിന് കോകണ്ണുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ പോലും ആ അമ്മമാർ ഒരിക്കലും ആരെ കൊടുക്കില്ല? സ്വന്തം കുഞ്ഞിനെ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ ഭഗവാനാവട്ടെ ദേവകിയിൽ നിന്ന് ആ കുഞ്ഞിനെടുക്കും. ദേവകി പോലും ഇത് അറിയുന്നില്ല. ദേവകി ഇത് അറിയുന്നത് വളരെ പിന്നീടാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കേ അറിയുള്ളൂ? വസുദേവർക്കും ദേവകിക്കറിയാം. യശോദ ഇതറിയുന്നില്ല. സ്വന്തം കുഞ്ഞിനെ എടുത്ത കാര്യം യശോദ അറിയുന്നില്ല. അപ്പം യശോദയ്ക്ക് പകരം മറ്റൊരു കുഞ്ഞിനെ കിട്ടിയിട്ടും യശോദ എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ട് പിന്നെ വളർത്തി എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഭഗവാനെ വളർത്താനുള്ള ഭാഗ്യം കൊടുത്തു. ഇവിടെ ഭഗവാന് വന്നു ചേർന്നതോടുകൂടി യശോദയ്ക്കൊരു കുഞ്ഞു പിറന്നു.
എന്നുള്ള വാർത്ത ഗോകുലത്തിലാകമാനം പടർന്നു. അവിടെ രണ്ട് വിശേഷമുണ്ട്. ഒന്ന്, നന്ദഗോപർ എന്ന് പറയുന്നത് ഗോകുലത്തിൻ്റെ രാജാവാണ്. അപ്പോൾ രാജാവിന് പുത്രൻ ജനിച്ചത് സന്തോഷമാണ്. രണ്ടാമത്തത് വളരെ കാലം വൈകിട്ട് ജനിച്ച കുഞ്ഞാണ്. ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജനിച്ച കുഞ്ഞാണ് എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിൽ ദേവകിയുടെ പുത്രനാണെങ്കിൽ യശോദയുടെ കുഞ്ഞായിട്ടാണ് ആ സമയത്ത് സങ്കല്പിക്കുന്നത്. വളരെ ആഘോഷങ്ങൾ നടക്കുന്ന വേളയിൽ ഈ കംസൻ്റെ സഭയിൽ വേറെ ചർച്ച തുടങ്ങി. നിൻ്റെ അന്തകൻ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. കംസൻ്റെ ചർച്ച അവിടെ തുടങ്ങി. എന്താ ചർച്ച? എങ്ങനെ ഈ അന്തകനെ കണ്ടുപിടിക്കാം? എവിടെയാണെന്ന് യാതൊരു തെളിവും ഇല്ല. പക്ഷേ ഈ അന്തകനെ കണ്ടെത്തുകയും വധിക്കുകയും വേണം. കംസൻ്റെ കൂടെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള കംസൻ്റെ അനുചരന്മാർ ചർച്ച തുടങ്ങിയപ്പോൾ അതിലേറ്റവും ക്രൂരമാർന്ന ആൾ രംഗത്ത് വന്ന് പൂതനയാണ്. പൂതന പറഞ്ഞു, ഹേ കംസ, നീ ഭയക്കണ്ട. എത്ര യുദ്ധത്തിലും എത്ര കാര്യങ്ങളിൽ നിന്നെ ഞാൻ സഹായിച്ചിട്ടുള്ള ആളാണ്. നിനക്കെന്നെ അറിയില്ലേ? ഞാനിതാ ഉടനെ ഇവിടെ നിന്ന് പോയിട്ട് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നുണ്ട്. കംസൻ്റെ ആഗ്രഹം എന്താ? തൻ്റെ ശത്രുവായി ജനിച്ചവനെ ഇല്ലാതാക്കുക. ഇവിടെ പൂതനെ അങ്ങോട്ട് കൊടുക്കുന്ന അതിനേക്കാളും വലിയ ഒരു കാഴ്ചപ്പാടാണ് പൂതന വെക്കുന്നത്. കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ ഒരു ഓഫറാണ് വെക്കുന്നത്. പൂതന പറയുന്നത് എന്താ? ഹേ കംസ, ഭൂമിയിൽ ജനിച്ച് 10 വയസ്സിനുള്ളിൽ പ്രായത്തിലുള്ള സർവരെയും ഞാൻ വധിച്ചുകൊള്ളാം. ഇവിടെ എന്താ ഈ 10 വയസ്സെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദേവകിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തോളം ആയി. മനസ്സിലായില്ലേ? 8 പുത്രന്മാർ ജനിക്കാൻ അവിടെ എടുത്ത കാലതാമസം 10 വർഷമാണ്. ആ 10 വർഷത്തിനുള്ളിൽ ജനിച്ച സർവ്വ കുഞ്ഞുങ്ങളെ ഞാൻ വധിച്ചുകൊള്ളാം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കുഞ്ഞ് മുമ്പെയെങ്കിലും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവനടക്കം സർവരും വധിക്കപ്പെട്ടുകൊള്ളുമല്ലോ. അപ്പം പ്രശ്നമില്ലല്ലോ. ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാനാണ് ആരാഗ്രഹിക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ പൂതന ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും ദുഷ്ടയാണ് പൂതന. പക്ഷേ ഈ പൂതനയെ വേറെ എങ്ങോട്ടും വിടാൻ ആരാഗ്രഹിച്ചില്ല? ഭഗവാൻ ആഗ്രഹിച്ചില്ല. കാരണം പൂതന വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ, വേറെ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പൂതന വധിച്ചാൽ ആ അമ്മമാർക്കുണ്ടാകുന്ന ദുഃഖം അസഹനീയമല്ലേ? കാര്യം പൂതനയുടെ ഉദ്ദേശം എന്താ? കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഏതമ്മയുടെ കുഞ്ഞിനെ വേണമെങ്കിലും പൂതന കൊല്ലും. ഭഗവാൻ ഇത് മനസ്സിലാക്കിയിട്ട് പൂതനയെ തന്നിലേക്ക് അങ്ങ് ആകർഷിച്ചു. അല്ലാതെ പൂതന ഭഗവാനെ തേടി വന്നതല്ല. ഭഗവാൻ പൂതനയെ തന്നെ തേടി ഇവിടെ എത്തിക്കുക ചെയ്യുന്നത്. കാരണം താൻ കാരണം മറ്റൊരു കുഞ്ഞിനും ദുഃഖമുണ്ടാവരുത്, മറ്റൊരമ്മയ്ക്കും ദുഃഖം വന്നു ചേരരുത്. ഭഗവാൻ തന്നെ പൂതനയെ മനസ്സുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു. പൂതന ആലോചിച്ചു, ആദ്യം കൊല്ലുന്നത് ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് തുടങ്ങാം. മനസ്സിലായി? എന്തായാലും കൊല്ലാൻ ഇറങ്ങുകയാണ്. നല്ല സ്ഥലത്ത് നിന്ന് ഉദ്ഘാടനം നല്ലതടുത്ത് നാവാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അറിയുന്നത് ഗോകുലത്തിലൊരു വലിയ ഉത്സവം നടക്കുന്നത്. എന്താ ഉത്സവം? അവിടെ ഒരു കുഞ്ഞു ജനിച്ചു. എന്നാൽ പിന്നെ അവനെ തൊട്ട് തുടങ്ങാം. കാര്യം ഭഗവാൻ അങ്ങോട്ട് ആകർഷിച്ചു. നേരെ പൂതന എവിടേക്ക് വന്നു? ഗോകുലത്തിലേക്ക് വന്നു. പൂതന വരുന്നത് അതീവ സുന്ദരിയായിട്ടാണ്. സർവ്വ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച് അതീവ സുന്ദരിയായിട്ടാണ്. ഈ ആഭരണങ്ങൾക്കും വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പൂതന വന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ? ഇവിടെ ഭഗവാനെ സംരക്ഷിച്ചുകൊണ്ട് ആ സമയത്ത് ഉള്ളത് മുഴുവൻ ഗോപികമാരാണ്. യശോദയും മറ്റമ്മമാരും ഒക്കെയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നതും ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നതും പുരുഷന്മാരായിരിക്കും, സ്ത്രീകളായിരിക്കുമോ? ആരായിരിക്കും? സ്ത്രീകളായിരിക്കും അല്ലേ? ഇവിടെ ഗോപികമാരാണ്. പുരുഷന്മാരൊക്കെ മറ്റ് ആഘോഷവും മറ്റു കാര്യങ്ങളും സദ്യ ഒരുക്കലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ സ്ത്രീകളെല്ലാവരും മത്സരിച്ച് ഭഗവാനെ ആ കുഞ്ഞിനെ എടുക്കുകയും കളിപ്പിക്കുകയും ചെയ്തപ്പോൾ യശോദ അവരോട് വഴക്കുണ്ടാക്കി. ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങട്ടെ, ഒന്ന് കിടത്തെന്നൊക്കെ പറഞ്ഞ് തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. ഇവരൊക്കെ നിൽക്കുന്നിടത്തേക്കാണ് പൂതന വരുന്നത്. പൂതന സർവ്വ ആഭരണങ്ങളും വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. കാരണം ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഇത് രണ്ടും സ്ത്രീകളുടെ മനസ്സിനെ മയക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് പണ്ടേ അറിവുള്ളവർ പറയും, 2 സ്ഥലത്ത് സ്ത്രീകളെ കൊണ്ടുപോകരുത്. ബുദ്ധിയുള്ള മനുഷ്യൻ ഒന്ന് സ്വർണ്ണക്കടയിലും കൊണ്ടുപോകരുത്, ഒന്ന് തുണിക്കടയിലും കൊണ്ടുപോകരുത്. ഈ 2 സ്ഥലത്ത് കൊണ്ടുപോയാൽ കൊണ്ടുപോകുന്ന ആളിനെ വരെ പണയം വെച്ച് EMI കാർഡിൽ ഉൾപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? പുരുഷന്മാരെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളുടെ എണ്ണം ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് എണ്ണി പറയാൻ പറ്റില്ല. സ്ത്രീകൾ വളരെ കുറച്ചാണ്. ബാക്കി ഏത് സ്ഥലത്തും കൊണ്ട് 2 സ്ഥലത്തുള്ളൂ. പുരുഷന്മാരെ ഒത്തിരി സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എണ്ണി പറയാൻ നിന്നാൽ കുറേ അധികം പറയേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഇവിടെ പറയാത്തതാണ്. അപ്പോൾ ഈ 2 സ്ഥലം വെച്ചാൽ പ്രത്യേകിച്ചും ഈ സൗന്ദര്യബോധത്തിൽ മയങ്ങുന്നവരാണ്. ഇവിടെ സംഭവിച്ചത് പൂതന വന്നപ്പോൾ പൂതനയുടെ ആഭരണമൊക്കെ നോക്കിക്കൊണ്ട്, വസ്ത്രമൊക്കെ നോക്കിക്കൊണ്ട്, സൗന്ദര്യം നോക്കി, അതിൻ്റെ ഇടയിൽ നീ ആരാന്ന് ചോദിക്കാൻ മറന്നുപോയി. പൂതന സൈഡിൽ കൂടെ കയറി അകത്ത് വന്നു. ഭഗവാനെ എടുത്ത് തൻ്റെ കയ്യിലേക്ക് വെച്ചു. കാളകൂട വിഷം പുരട്ടിയ, അതിന് തുല്യമായ വിഷം പുരട്ടിയ തൻ്റെ മുലക്കാമ്പിലേക്ക് ഭഗവാനെ ചേർത്ത് പിടിച്ചു. ഭഗവാൻ ആ പാല് കുടിക്കാൻ വേണ്ടി 2 കൈ കൊണ്ടും ചേർത്ത് പിടിച്ച് പാല് കൊടുത്തുകൊണ്ടിരുന്നു. ഭഗവാനാവട്ടെ പാലും കുടിച്ചു, ജീവരക്തവും കുടിച്ചു, പ്രാണനും കുടിച്ചു, പൂതനയെ വധിച്ചു.
ഈ പൂതന ഭഗവാനെ എടുക്കാൻ വരുമ്പോൾ ഭഗവാൻ കണ്ണടച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് ശ്രീധരാചാര്യരെ പോലെയുള്ള ആചാര്യന്മാർ പറയുന്നത് ഇവൾ എന്ത് ചെയ്യും എന്നൊന്ന് കാണട്ടെ. കണ്ണ് തുറന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ കളവ് ചെയ്യാൻ വരുന്നവർ ചെയ്യില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇവളൊന്ന് കാണട്ടെ എന്ന് ചിന്തിച്ചു. പിന്നെ സൂര്യചന്ദ്രന്മാരാണ് രണ്ട് കണ്ണുകൾ എന്നൊരു തത്വമുണ്ട്. അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും കുലത്തിൽ, സൂര്യകുലത്തിൽ രാമനായും കൃഷ്ണൻ ചന്ദ്രകുലത്തിലുമാണ് ജനിച്ചത്. അതുകൊണ്ട് സൂര്യചന്ദ്രന്മാർ ഞങ്ങൾക്ക് കാണണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ചു. പിന്നെ ഭഗവാൻ മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ഭഗവാന്റെ നോട്ടം പതിഞ്ഞാൽ പൂതന ശുദ്ധമായി പോവും. അങ്ങനെയാണെങ്കിൽ പൂതന ഈ കർമ്മം ചെയ്യില്ല. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു കണ്ണടച്ചേക്കാം. ഇനി കണ്ണ് കോപത്തോടു കൂടി നോക്കിയാൽ ഭസ്മമായിപ്പോൾ അപ്പോഴും ഇത് ചെയ്യില്ല. ഇവിടെ എന്തുകൊണ്ടാണ് പൂതനയെ കൊണ്ട് ഈ കർമ്മം ചെയ്യിപ്പിക്കണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, വാമനാവതാര കാലത്ത് വാമനനായി ഭഗവാൻ കൊച്ചു രൂപത്തിൽ ഇങ്ങനെ പോകുമ്പോൾ മഹാബലിയുടെ കൊട്ടാരത്തിലിരുന്ന് സ്വന്തം കുഞ്ഞിന് പാലുകൂട്ടിക്കൊണ്ടിരുന്ന ഒരു രാക്ഷസി ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒന്ന് മോഹിച്ചു, ഇതുപോലെ എനിക്ക് ഇവനെ ഒന്ന് പാലുകൂട്ടാൻ സാധിച്ചെങ്കിലോ എന്ന്. അതിനാണ് പൂതനയായി ഈ രാക്ഷസി വന്ന് കൃഷ്ണാവതാരത്തിൽ ഭഗവാനെ പാലുകൂട്ടുന്നതും രാക്ഷസഭാവമുള്ളത് കൊണ്ട് ഭഗവാന്റെ കൈകളാൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അമ്മ എന്ന ഭാവത്തോടു കൂടി മോഹിച്ചത് കൊണ്ട് അമ്മ എന്ന സ്ഥാനം, മുലയൂട്ടുന്നത് അമ്മമാരല്ലേ, ആ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. രാക്ഷസഭാവത്തിൽ നിന്ന് ശുദ്ധീകരിക്കുക. അതാണ് പൂതന മോക്ഷം എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ ഒരിടത്തും പൂതനയെ കൊന്നു എന്നല്ല പറയുന്നത്, മോക്ഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഭഗവാനെ ഏത് നിലയിൽ വേണമെങ്കിൽ പോലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏത് കാരണത്തിലൂടെയാണെങ്കിലും ഏത് വഴിയിലൂടെയാണെങ്കിലും ഈശ്വരനെ കാണണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് ഷടകാസുരനെ വധിച്ചു. ഒരു ചക്രത്തിൽ വന്നു ഷടകാസുരനെ വധിച്ചു. പൂതന അജ്ഞാനമാണ്, ഷടകാസുരൻ ജഡത്വവാദമാണ്. അത് കഴിയുമ്പോൾ നേരെ തൃണവർത്തനായി കാറ്റായിട്ട് വന്ന് ചുഴലിക്കാറ്റായി തൃണവർത്തന വധിച്ചു. അത് കാമവാസനയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഭഗവാന്റെ നാമകരണം ചെയ്യുന്ന ഗർഗമുനിയാണ്. ആ സമയത്താണ് ആദ്യമായിട്ട് കൃഷ്ണൻ തൻ്റെ മകനല്ല എന്നത് നന്ദഗോപരും അതുപോലെ യശോദയും അറിയുന്നത്. ഗർഗമുനി വരുന്നത് വസുദേവർ പറഞ്ഞിട്ട് വരുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ ഗുരുവിന് അവകാശമുണ്ട്. അതുകൊണ്ട് ഗുരുവായ ഗർഗാചാര്യർ വന്ന് വളരെ രഹസ്യമായിട്ടാണ് പേരിടുന്നത്. കാരണം കംസൻ ഇതുവരെ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് പൂതനയുടെ പുറകിൽ അടുത്ത അസുരൻ വന്നു വെച്ചാൽ പൂതന പോയ ദിക്കൊക്കെ ചോദിച്ചു വന്ന ആ അസുരന് മനസ്സിലായി ഗോകുലത്തിലാണ് പൂതന പോയി മരിച്ചത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഷടകാസുരൻ വന്നു. അവിടെയും ഭഗവാൻ ഷടകാസുരനെ ആകർഷിച്ചു, തൃണവർത്തനെ ആകർഷിച്ചു. കാരണം ഇവരെയൊക്കെ കാലപുരിക്ക് അയക്കുക എന്നുള്ളത് ഭഗവാന്റെ ദൗത്യമായിരുന്നു. കംസൻ അറിയരുത്. അതുകൊണ്ട് വളരെ രഹസ്യമായി പേരിട്ടു. ആ സമയത്താണ് രോഹിണിയുടെ പുത്രനെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണനോടൊപ്പം ബലരാമൻ ആദ്യമായി ചേരുന്നത്. ബലമുള്ളതുകൊണ്ട് ബലരാമനെന്ന്, ബലം കൊണ്ട് രമിപ്പിക്കുന്നവൻ ബലരാമനെന്ന്, കൃഷ്ണവർണ്ണത്തോട് കൂടിയവനെ കൃഷ്ണൻ എന്നും പേരിട്ടു. ഈ കൃഷ്ണവർണ്ണത്തോട് കൂടിയവൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഇരിക്കുന്ന സാക്ഷാൽ കാളിയും കൃഷ്ണവർണ്ണമാണ്. നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നു അല്ലേ? ദേവിയുടെ രൂപം എന്താ? കൃഷ്ണവർണ്ണമാണ്. കൃഷ്ണവർണ്ണം വെച്ചാൽ കറുപ്പാണ്. എന്താ ഈ കറുത്ത വർണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ എല്ലാ വർണ്ണങ്ങളെയും ഉള്ളിലാക്കാൻ കഴിവുള്ള ഏകവർണ്ണം കറുപ്പാണ്. മനസ്സിലായില്ലേ? വർണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം തൊലിയുടെ നിറത്തിനെ അല്ല. വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിന് ആധാരമായ ഘടകങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ആ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അതാണ്. നമ്മളിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ചിത്രത്തെ തെളിയിക്കുന്നത് അതിൽ കൊടുക്കുന്ന വർണ്ണമല്ലേ അല്ലേ? അതുപോലൊരു വ്യക്തിയുടെ ആ വ്യക്തിത്വത്തെ തെളിയിക്കുന്നത് അയാളുടെ സ്വഭാവമാണ്. ശരിയല്ലേ? നല്ലതാണോ ചീത്തയാണോ ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ ഏത് നോക്കിയിട്ടാണ്? സ്വഭാവത്തെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ വർണ്ണം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെ കൂടി ഉദ്ദേശിച്ചിട്ടാണ്. ആ വർണ്ണം എന്ന് പറയുന്നത് ഏതൊക്കെ നിറങ്ങൾ അല്ലേ, വേറെ പല നിറങ്ങൾ തമ്മിൽ ചേർത്താൽ വേറൊരു നിറം ഉണ്ടാവും. പക്ഷേ ഏതൊക്കെ നിറങ്ങളും കറുപ്പിനോട് ചേർത്താൽ എന്തേ ഉണ്ടാവുള്ളൂ? കറുപ്പിനോട് ഏത് നിറം ചേർത്താൽ എന്തേ ഉണ്ടാവൂ? കറുപ്പേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ നിറങ്ങളെയും ഉള്ളിലാക്കിയവൻ, എല്ലാ ലോകത്തെ എല്ലാ ഗുണങ്ങളെയും ഒരുപോലെ ഉള്ളിൽ ധരിക്കുന്നവനാണ് കൃഷ്ണനും കാളിയും. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വിശ്വവ്യാപകമായി നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായി കാണുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ ഗർഗാചാര്യരാണ് ഈ സത്യം പറയുന്നത്. ഇത് ദേവകിയുടെയും വസുദേവരെയും പുത്രനാണെന്ന് പറഞ്ഞു. ഇവിടെ ദേവകിയുടെയും വസുദേവരെയും പുത്രനാണെന്ന് പറയുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ ദേവകി വസുദേവരെ പുത്രനാണെന്ന് പറയുമ്പോൾ യശോദ കടന്നെന്ന് ചോദിച്ചാൽ, ആ സാക്ഷാൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ കർമ്മത്തിന് വേണ്ടി തൻ്റെ കുഞ്ഞിനെ എടുത്തു എങ്കിലും തന്നെ വളർത്താനുള്ള ഭാഗ്യമാണ് ആർക്ക് കൊടുത്തത്? യശോദയ്ക്ക് കൊടുത്തത്. പകരം വേറൊരു കുഞ്ഞിനെ അല്ല കൊടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഭഗവാന്റെ കർമ്മത്തിന് വേണ്ടി യശോദയുടെ കുഞ്ഞിനെ എടുത്ത ഭഗവാൻ തന്നെ വളർത്താനുള്ള ഭാഗ്യം ആർക്ക് കൊടുത്തു? യശോദയ്ക്ക്
കൊടുത്തു. അപ്പോൾ കേവലം എന്നെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞെന്ന സങ്കല്പത്തിന് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഈശ്വര സത്യത്തെ അനുഭവിക്കാനുള്ള ഭാഗ്യം ആർക്ക് വന്നു? യശോദയ്ക്ക് വന്നു. ഇവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലഘട്ടമായിട്ട് ചേർത്താൽ പൂന്താനത്തിൻ്റെ ഒരു വരി മാത്രമാണ്. പൂന്താനത്തിന് വളരെ വൈകി ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുട്ടിക്കാലത്തൊരു ചടങ്ങിൻ്റെ അന്ന് തന്നെ ആ കുഞ്ഞ് മരണപ്പെട്ടു. ആ കുഞ്ഞ് മരണപ്പെടുന്ന ദുഃഖത്തോടു കൂടി അമ്മ ഓടി വന്ന് മറ്റുള്ളവരും പൂന്താനത്തിനോട് പറയുമ്പോൾ പൂന്താനം കുറേ നേരം കണ്ണുകൾ അടച്ചിങ്ങനെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പൂന്താനം കണ്ണ് തുറക്കുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ണ് തുറന്ന് ഗുരുവായൂരപ്പനെ സ്മരിക്കുകയാണ്. ആ പൂന്താനത്തിനോട് ചോദിക്കൂ, ആ ഗുരുവായൂരപ്പൻ നിങ്ങളോട് ഇത്രയും ദുഷ്ടതയല്ലേ ചെയ്തത്? കാരണം നിങ്ങളെപ്പോഴും ഗുരുവായൂരപ്പനെ വിളിച്ചു കിടന്നിട്ട് എന്തേ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യം തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പൂന്താനം അതിന് മറുപടി പറയുന്നത്, ഗുരുവായൂരപ്പനെ മാത്രം മനസ്സിൽ കൊണ്ടുനടന്ന ആളാണ് ഞാൻ. കുഞ്ഞ് വന്നതോടുകൂടി എനിക്ക് ഗുരുവായൂരപ്പനുള്ള ശ്രദ്ധ ഒന്ന് കുറഞ്ഞു. ആ ശ്രദ്ധ ആരിലേക്ക് പോയി? കുഞ്ഞിലേക്കും കൂടെ പോയി. ഗുരുവായൂരപ്പന് തോന്നിക്കാണും എന്നെ മാത്രം ഇവ ശ്രദ്ധിച്ചാൽ മതി, അത്ര പ്രിയപ്പെട്ടവനായി ഇവൻ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിന് തടസ്സം എൻ്റെ കുഞ്ഞാണെന്ന് വെച്ച് ഗുരുവായൂരപ്പൻ തന്ന കുഞ്ഞിനെ ആരെടുത്തു? ഗുരുവായൂരപ്പൻ എനിക്കൊരു കളിപ്പാട്ടം തന്നു. ഞാൻ ആ കളിപ്പാട്ടം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ കുഞ്ഞിന് കൊടുത്ത കളിപ്പാട്ടം, മതി കുഞ്ഞെ ഇനി നീ കളിക്കണ്ട, നീ എന്നെ ശ്രദ്ധിച്ചാൽ മതി എന്ന് വരുമ്പോൾ അമ്മ കളിപ്പാട്ടം എടുത്ത് മാറ്റുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ എടുത്തു. ഇത്രയേ ഉള്ളൂ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് പൂന്താനം ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ കൃതി എഴുതുമ്പോൾ പൂന്താനം നല്ല മനോഹരമാർന്നൊരു വരി അതിനു വേണ്ടി എഴുതി വെച്ചു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേറെ വേണമോ മക്കളായി. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു ഭാഗ്യമാണ് ഇവിടെ ആർക്കും ലഭിച്ചത്? യശോദയ്ക്ക് ഇവിടെ മനസ്സിലല്ല കൊടുത്തത്, ഭഗവാൻ കയ്യിൽ അല്ലേ? ആ ഉണ്ണികൃഷ്ണനെ പാലൂട്ടി വളർത്താനുള്ള മഹാഭാഗ്യം യശോദയ്ക്ക് വന്നു ചേരുക എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ യശോദ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് പോകുമ്പോൾ ഇവിടെ യശോദയ്ക്ക് ചില ടെൻഷനൊക്കെ ഉണ്ടെന്ന് ഭഗവാന് മനസ്സിലായി. കാരണം ഇവിടെ കുറേ അസുരന്മാർ വന്നു, പൂതന വന്നു, ഷടകാസുരം വന്നു, തൃണവർത്തം വന്നു. ഇവരൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഭഗവാനും കൂടി പെടുന്നുണ്ട്. അതുകൊണ്ട് യശോദയ്ക്ക് ഭ്രമം വരുന്നുണ്ട്. കാരണം തൻ്റെ കുഞ്ഞിനെന്തോ ദുഃഖങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള പേടി വരുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? മണ്ണ് വാരി തിന്നൊരു ലീലയെ ആടി. മണ്ണ് വാരി തിന്നപ്പോൾ യശോദ വന്ന് വാ പിടിച്ച് തുറന്നപ്പോൾ 14 ലോകവും ഭഗവാന്റെ വായിൽ കണ്ടു. എന്തിനാണ്? അമ്മ പേടിക്കണ്ട, ഞാൻ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ഈ വരുന്ന രാക്ഷസരൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം, എന്നെക്കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട എന്ന് ബോധിപ്പിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അമ്മയുടെ സ്നേഹവാത്സല്യം അറിയാൻ വേണ്ടി യശോദയുടെ മനസ്സിൽ നിന്ന് ആ കൊടുത്ത വിശ്വരൂപം ഭഗവാൻ മായിച്ചും കളഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു ലീലയിലേക്ക് വരുന്നു. അവിടെ ഭഗവാനെ ഉരലിൽ കെട്ടുന്ന ഒരു അനുഭവം ഉണ്ടായി. ഭഗവാനെ ഉരലിൽ കെട്ടുമ്പം ഭഗവാൻ ഉരൽ വലിച്ചു കൊണ്ടുപോയി രണ്ടും വൃക്ഷത്തെ കടപുഴകി വീണു. അങ്ങനെ കടപുഴകി വീണ സമയത്ത് അത് രണ്ടുപേർക്ക് ശാപമോക്ഷമായി മാറി. ഈ വൃക്ഷം വീണപ്പോഴും അത് തൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് വീഴേണ്ടതായിരുന്നു, എന്തൊക്കെ അപകടം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി യശോദ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് മാറി വൃന്ദാവനത്തിലേക്ക് യാത്രയായി. വൃന്ദാവനത്തിലേക്ക് എത്തി താമസം ആരംഭിച്ചു. അവിടെ വെച്ച് ബകാസുരനെ വധിക്കുന്നു, അകാസുരനെ വധിക്കുന്നു. ഇങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ വധിച്ച് അങ്ങനെ വൃന്ദാവനത്തിൽ മനോഹരമാർന്ന ജീവിതത്തിൽ ഇടയിൽ വെച്ച് കാളിയ മർദ്ദനമാടി. ഇതിനിടയിൽ വെച്ച് വെണ്ണാപഹരണത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ ഗോപികമാരുടെ മനസ്സാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് ഭഗവാൻ തെളിയിച്ചു. ഇവിടെ ഭഗവാൻ വെണ്ണ അപഹരിച്ചു എന്ന് പറയുന്നൊരു തത്വമാണ്. അവിടെ വെണ്ണ കട്ടു എന്ന് കള്ള എന്ന് ഭഗവാനെ വിളിക്കുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഭഗവാൻ ചെയ്ത കർമ്മത്തെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഭഗവാൻ ഇവിടെ ചെയ്ത കർമ്മം എന്താ? ഗോപികമാരെ ബോധിപ്പിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എൻ്റേതാണ്. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഭഗവാന്റേതാണെങ്കിൽ അതിൻ്റെ ഓരോരോ ഭാഗം എടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഇതെൻ്റേതാണെന്ന് പറഞ്ഞ് നമ്മൾ മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കള്ളന്മാരാരാ? ഈശ്വരനാണോ നമ്മളാണോ? ആരാ? സ്വയം ചിന്തിച്ചാൽ മതി. നമ്മൾ പറയില്ലേ, സർവ്വതിൻ്റെയും ഉടമസ്ഥനായ ഒരാളുണ്ടായിരിക്കെ അയാളുടെ ആശ്രയിച്ച് നിൽക്കുന്നവർ അയാളുടെ സാധനത്തെ എടുത്ത് സ്വന്തമാണെന്ന് പറഞ്ഞ് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ യഥാർത്ഥ ഉടമസ്ഥൻ വന്ന ആ സാധനം തിരിച്ചെടുത്താൽ അത് കളവാണോ? ആണോ? ഒരിക്കലുമല്ല. ഭഗവാൻ ഇതാ കാണിക്കുന്നത്, ഗോപികമാരെ ഈ പ്രപഞ്ചത്തിലുള്ളത് സർവ്വതും എൻ്റേതാണ്, അതായത് സർവ്വത്തിനും ആധാരനാണ് ഞാനെന്ന ബോധം പകർന്നു. അത് കഴിഞ്ഞാൽ വസ്ത്രാപകരണം എന്ന് പറയുന്നൊരു ലീല നടത്തി. കുളിക്കാൻ പോയ സമയത്ത് ഗോപികമാരെ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്ന ലീല. അവിടെയും നമ്മൾ കാണേണ്ടതാണ് ലീലയുടെ പുറകിലുള്ള ഉത്തരം എന്ന് പറയുന്നത്. വസ്ത്രം എന്ന് പറഞ്ഞാൽ കേവലം പുറത്തുടുത്ത വസ്ത്രം എന്ന രീതിയിൽ കഥ പറയുന്നതല്ല. അതിൻ്റെ ആന്തരികമായ ഉത്തരം പുറത്തുടുത്തിരിക്കുന്ന വസ്ത്രം എന്നുള്ളതല്ല, ദേഹമാകുന്ന വസ്ത്രത്തെ ഉപേക്ഷിക്കണം ഭഗവാനെ
നേടാൻ. അതായത് ദേഹാഭിമാന ബോധം വെടിഞ്ഞാലേ ഞാനെന്നും എൻ്റേതെന്ന അഹങ്കാരത്തെ ധ്വനിപ്പിക്കുന്ന ഈ ദേഹാഭിമാന ബോധത്തെ കളഞ്ഞ് ആത്മബോധത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ആരെ നേടാൻ പറ്റൂ? ഭഗവാനെ നേടാൻ പറ്റൂ. ഭഗവാനെ സ്വന്തമാക്കാനുള്ള വ്രതം നോറ്റിട്ടാണല്ലോ കുളിക്കാനായിട്ട് വരുന്നത്. ആ സമയത്താണ് ഗോപികമാരെ ഈ വസ്ത്രാപകരണത്തിൽ, കാരണം 5 തരം വസ്ത്രങ്ങൾ നമ്മളുടെ എല്ലാവരും ധരിച്ചിട്ടുണ്ട്. 5 തരം വസ്ത്രം വെച്ചാൽ പുറത്തെടുത്തിരിക്കുന്ന സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ പാൻറ്റോ മുണ്ടോ ഒന്നും അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ മറയ്ക്കുന്ന 5 വസ്ത്രങ്ങളുണ്ട്. അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഈ 5 ശരീരത്തിൻ്റെ പ്രതീകത്തിലാണ് ക്ഷേത്രത്തിന് ചുറ്റുപ്രദക്ഷിണ വഴി, ചുറ്റമ്പലം, അകത്തെ പ്രദക്ഷിണ വഴി, അവിടുത്തെ ബലിവട്ടം, അത് കഴിഞ്ഞ് ശ്രീകോവിൽ, അതിനകത്ത് വിഗ്രഹം. മനസ്സിലായില്ലേ? 5 പ്രകാരം കടന്നാണ് ക്ഷേത്രാരാധനയുടെ പ്രാധാന്യം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ പുറത്തൂടെ ഒരു പ്രദക്ഷിണം ചെയ്യണം എന്ന് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ചുറ്റമ്പലം എന്ന് പറയുന്നത് മനോമയ കോശമാണ്. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് വരുമ്പോൾ അവിടെ പ്രാണമയ ശരീരം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നതാണ്. അതിനകത്തേക്ക് വരുമ്പോൾ ചുറ്റ് ബലിവട്ടം, അതിനകത്തൊരു പ്രദക്ഷിണം ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിജ്ഞാനമയമാകുന്നത്. ആനന്ദമയമായ ആ വസ്ത്രമാണ് ശ്രീകോവിൽ എന്ന് പറയുന്നത്. അതിനകത്താണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി ഇരിക്കുന്നതാണ്. ആനന്ദ സ്വരൂപമാണ് ഭഗവാൻ, സച്ചിദാനന്ദം അല്ലേ ഈശ്വരന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെയും നമ്മുടെ ദേഹാഭിമാന ബോധത്തെ കളയാൻ വസ്ത്രാപകരണ ലീലയിലൂടെ പ്രേരിപ്പിച്ചു. വസ്ത്രാപകരണ ലീല കഴിയുമ്പോൾ തൊട്ടുപുറവിൽ ഭഗവാൻ കാളിയ മർദ്ദനമാടി പഞ്ച ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. കാളിയ മർദ്ദനത്തിലൂടെ 5 ശിരസ്സുള്ള സർപ്പത്തിൻ്റെ മുകളിലാണല്ലേ കാളിയ നടനം ആടുന്നത്. 5 ശിരസ്സെന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളാണ്. അതിന് ഒരു ഉടലാണ്, അത് മനസ്സ് ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് രാഗദേശങ്ങളായ പത്നിമാരോടൊപ്പം കുത്തഴിഞ്ഞ് ജീവിച്ചാൽ അത് വിഷമയമായി മാറും. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ കാളിന്തി പോലെയാണ്. ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകുന്ന ജീവൻ്റെ പ്രവാഹമാണ്. അതിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാതെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരുന്നാൽ ഈ ഇന്ദ്രിയങ്ങൾ ഓരോന്നും വിഷപരമായ ദുഃഖത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. അതുകൊണ്ട് അതിനെ ശുദ്ധീകരിക്കാൻ ഭഗവാന്റെ പാദമുദ്രകൾ കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് ചിന്തയിലേക്ക് കൊണ്ടുവന്ന കാളിയ നടനമാടി. ഇത് കഴിഞ്ഞ് ഭഗവാൻ ഗോവർദ്ധനത്തെ ഉയർത്തി മനസ്സിനെ എങ്ങനെയാണോ കീഴടക്കേണ്ടതെന്ന് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഇന്ദ്രനെ പരാജയപ്പെടുത്തുന്നു. അവിടെ എങ്ങനെയാണ് ഇന്ദ്രിയ നിയന്ത്രണം നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ അറിവ് കൊണ്ട് വേണം. നമ്മൾ വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്ത അർത്ഥത്തിലാണ്. അറിവ് കൊണ്ട് വേണം ജീവിതത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. ഇവിടെ ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ പൊക്കി എന്നുള്ളതല്ല, കഥയ്ക്ക് ഉള്ളിലുള്ള പരമതത്വത്തെയാണ് നമ്മൾ ശ്രവിക്കേണ്ടത്. ഇവിടെ പർവ്വതം എന്ന് പറയുന്ന പർവ്വതം വളരെ വലുതാണ്. അറിവെന്ന് പറയുന്നത് നിസാരമല്ല, അറിവ് വളരെ വലുതാണെന്ന് പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു പർവ്വതത്തെ ഉദാഹരണമാക്കി എടുത്തിരിക്കുന്നത്. ഇവിടെ ഗോവർദ്ധനം എന്ന് വെച്ചാൽ ഗോ എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്, വർദ്ധനം എന്ന് പറഞ്ഞാൽ ഉയർത്തുക. മനസ്സിലാവുന്നുണ്ട്? ഊർജ്ജഗതിയിലേക്ക് എത്തിക്കുക. അപ്പോൾ അറിവിനെ ഉയർത്തിയാൽ മാത്രമേ മനസ്സിൻ്റെ ക്ഷോഭങ്ങളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നൊക്കെ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇന്ദ്രൻ്റെ ആക്രമണത്തിൽ നിന്ന്. അപ്പോൾ അറിവ് നേടിയവനായതുകൊണ്ടാണ് ഭഗവാനെ ഗോവിന്ദൻ, അറിവ് ഉദ്ധരിച്ചവൻ ഗോവിന്ദൻ എന്ന് പേര് ഭഗവാന് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഭഗവാൻ അക്രൂരുടെ ദൂതനായ അക്രൂര് വരുന്നു. അക്രൂര് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഭഗവാൻ രാസലീലയിലൂടെ ഓരോ ഗോപികമാരുടെ ഉള്ളിലും താൻ എങ്ങും പോകുന്നില്ല, എപ്പോഴും ഗോപികമാരോടൊപ്പം താനുണ്ട് എന്ന ഭാവത്തിലേക്ക് ഗോപികമാരിലേക്ക് ഭഗവാൻ സ്വയം പ്രതിഷ്ഠിതനായി മാറി. അതുകൊണ്ടാണ് ഗോപികമാരെ ഭഗവാൻ പ്രത്യക്ഷത്തിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് കംസൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ. പക്ഷെ ഒരു ഗോപികയ്ക്ക് പോലും ഭഗവാൻ ഞങ്ങളെ ഉപേക്ഷിച്ചു തോന്നിയില്ല. കാരണം മനസ്സിൽ അവരാരെ സ്വന്തമാക്കി, എല്ലാ കാലത്തും ഭഗവാനെ നേടിയവരായി മാറി. എന്തുകൊണ്ടാണ്? അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന താനാണെന്ന് വെണ്ണാപകരണത്തിലൂടെ ബോധിപ്പിച്ചു. ദേഹാഭിമാന ബോധം വസ്ത്രാപകരണത്തിലൂടെ ഇല്ലാതാക്കി. രാസലീലയിലൂടെ, ബ്രഹ്മലീലയിലൂടെ ഭാഗവത രസം, ഭഗവാന്റെ രസം എന്താണോ ആ രസം എന്ന് പറഞ്ഞാൽ ഭഗവാനുള്ളിൽ നിറയുന്നതാണ് ഭഗവാന്റെ രസം. രാസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്ത. അത് ഉള്ളിൽ ഭഗവാൻ നിറയുന്നതാണെന്ന് ഗോപികമാരെ ബോധ്യപ്പെടുത്തി ഭഗവാൻ നേരെ അക്രൂരരോടൊപ്പം കംസൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. കംസൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന സമയത്ത് കംസൻ്റെ വില്ല് അവിടെ ഉണ്ടായിരുന്നത് തലേന്ന് ഒടിച്ചു കളഞ്ഞു. പ്രതാപത്തെ അവിടുത്തെ ആ കംസൻ്റെ ആ പ്രൗഢിയെ ഇല്ലാതാക്കി. അത് കഴിഞ്ഞ് പിറ്റേന്ന് കുവലയപീഠം എന്ന് പറയുന്ന അഹന്ത ഭഗവാന് നേരെ വന്നു. മമതയും രാഗവുമാകുന്ന അഹന്ത കടന്നു വരുമ്പോൾ ആ അഹന്തയെ ഒറ്റയടിക്ക് വധിച്ചു. അത് കഴിഞ്ഞ് രാഗമാകുന്ന കൊമ്പ് പിഴുത് ഭഗവാൻ പിടിച്ചു. അവിടെ മമതയാകുന്ന കൊമ്പ് ഭഗവാൻ പിടിച്ചു. അവിടെ അഹന്തയാകുന്ന കൊമ്പ് നേരെ
കൊമ്പ് നേരെ ബലരാമൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് രാഗദേശങ്ങളാകുന്ന മുഷ്ടികനെയും ചാണൂരനുമായിട്ട് ഏറ്റുമുട്ടി. രാഗമാകുന്ന ചാണൂരനെ ഭഗവാൻ വധിച്ചു. അവിടെ ദേശമാകുന്ന ആ മുഷ്ടികനെ ബലരാമൻ വധിച്ചു. അത് കഴിഞ്ഞ് ദേഹാഭിമാന സ്വരൂപനായിരിക്കുന്ന കംസനെ ഭഗവാൻ വളരെ നിസ്സാരമായിട്ടാണ് കംസനെ വധിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് ദേവകിയുടെ വിവാഹം തൊട്ട് കംസൻ്റെ മരണ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അന്ന് അശരീരി തൊട്ടിങ്ങോട്ട് കംസനെ ഭഗവാൻ ഇങ്ങനെ ജീവമരണ വല്ലാത്ത അവസ്ഥയിലേക്ക് മരണാസന്നതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കംസനെ ഭഗവാൻ അവിടെ ആ ദേഹാഭിമാന ബോധത്തെ പോക്കി കംസനെ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ മധുരയിൽ വാണരുളുന്നു. ആ സമയത്ത് തന്നെ വിദ്യാഭ്യാസത്തിന് ഗുരുകുലത്തിൽ പോകുന്നു. തിരിച്ചു വന്ന് ജരാസന്ധനുമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നു. അസുരന്മാരുടെ കുലത്തെ നശിപ്പിക്കുന്നു. ഇപ്രകാരം മുന്നോട്ട് പോയി ഭഗവാൻ. അതിനുശേഷം രുക്മിണി മാതാവിനെ വിവാഹം കഴിക്കുന്നു. അവിടെ രുക്മിണി മാതാവിനെയും ഭഗവാന് ആയി കൂടിച്ചേരുന്നതിന് സഹായകരമാകുന്ന സാക്ഷാൽ പാർവതീ ദേവിയാണ്. പാർവതീ ദേവിയുടെ അനുഗ്രഹം നേടിയിട്ടാണ് രുക്മിണി നേരെ ഭഗവാന്റെ പത്നിയാവാൻ വേണ്ടി ഭഗവാനോടൊപ്പം യാത്ര തിരിക്കുന്നത്. സമംഗളപൂർണ്ണമായ രുക്മിണി സ്വയംവരത്തിലേക്ക് വരുന്നു. ജീവൻ എങ്ങനെയാണോ പരമാത്മാവിനെ പ്രാപിക്കേണ്ടതെന്ന് രുക്മിണി സ്വയംവരം നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് ഭക്തിയിലെ നവതാഭക്തി നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവന, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം എന്ന നവതാഭക്തി എങ്ങനെയാണ് ഒരു മനുഷ്യനെ പരിവർത്തനം ചെയ്ത് ഈശ്വരനെ നേടുന്നതാക്കുന്നത്, അതാണ് രുക്മിണി സ്വയംവരം. അല്ലാതെ നാട്ടിൽ നടക്കുന്ന ഒരാണും പെണ്ണും തമ്മിലുള്ള കല്യാണം എന്ന സങ്കല്പത്തിലല്ല നമ്മൾ അതിനെ അറിയേണ്ടത്. ജീവൻ പരമാത്മാവിനെ നേടുന്നതാണ്. ഭഗവാനെക്കുറിച്ച് കേട്ട് ആ ഭഗവാനോടുള്ള സ്നേഹത്തെ അനുരാഗമായി മാറി ആ ഭഗവാനെ പൂജിച്ച് ഭഗവാനെ അർച്ചിച്ച് ഭഗവാനുമായി ബന്ധത്വമുണ്ടാക്കി ഭഗവാനിലേക്ക് തന്നെ സമർപ്പിച്ചു രുക്മിണി. ഇത് ഭക്തി മാർഗമാണ്. ആ ഭക്തിയുടെ പ്രതീകമാണ് രുക്മിണി. അത് കഴിഞ്ഞ് ഭഗവാന് 2 പത്നിമാർ വന്നു. ഒന്ന് ജാമ്പവതി, അവിടെ നമ്മൾ ആ തുടക്കത്തിൽ മാഹാത്മ്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് സത്രാജിത്തിൻ്റെ മകളായ സത്യഭാമ വന്നു. പിന്നെ മിത്രാവിന്ദ, കാളന്തി, ഭദ്ര, ലക്ഷ്മണ, അതുപോലെ തന്നെ കൃഷ്ണ എന്നീ 5 പത്നിമാരെ കൂടി ഭഗവാൻ വിവാഹം കഴിച്ചു. അങ്ങനെ ഭഗവാന്റെ പത്നിമാർ 8 പേരാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ അത്തരത്തിൽ വിവാഹം കഴിച്ചത്. വളരെ കൃത്യമായി ഭാഗവതത്തിലൊക്കെ ആ പേര് പറയുന്നുണ്ട്. രുക്മിണി, ജാമ്പവതി, സത്യഭാമ, മിത്രാവിന്ദ, കാളന്തി, ഭദ്ര, ലക്ഷ്മണ, കൃഷ്ണ 8 പേരുടെ പേരും കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ 8 എന്ന സംഖ്യ ഭഗവാനുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. ഭഗവാന്റെ ജന്മദിനം പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അഷ്ടമി രോഹിണി അല്ലേ? ദേവകിയുടെ 8ാമത്തെ പുത്രൻ, വിവാഹം കഴിച്ചതും 8. ഈ 8 എന്ന് പറയുന്ന സംഖ്യ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈശ്വരൻ്റെ പ്രതിഭാവമാണ് 8 എന്ന് പറയുന്നത്. അതായത് സ്വഭാവത്തെയാണ് 8 എന്ന് പറയുന്നത്. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം എന്താണെന്ന് വെച്ചാൽ അഷ്ടതാ പ്രകൃതിയാണ്. പ്രകൃതി വെച്ചാൽ സ്വഭാവം എന്നതാണ്. അപ്പോൾ അഷ്ടതാ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപം. എന്താ അഷ്ടതാ സ്വരൂപം എന്ന് പറയാൻ കാരണം? അതായത് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കണ്ടോ കേട്ടോ തീർക്കാൻ പറ്റുമോ? മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനുള്ളിലല്ലേ നമ്മൾ കിടക്കുന്നത്. ഒരു കടലിൽ കിടക്കുന്ന ഒരു ജലത്തുള്ളിക്ക് കടൽ മുഴുവൻ കാണാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കടലിനുള്ളിൽ ഈ ഭൂമിയിൽ കിടക്കുന്ന ഒരു മണൽത്തരിക്ക് ഈ ഭൂമി മുഴുവൻ ഞാൻ കണ്ടു, അനുഭവിക്കാം, പക്ഷെ കണ്ടു എന്ന് പറയാൻ പറ്റുമോ? അത് കിടക്കുന്ന സ്ഥലം മാത്രമേ അതിന് ദർശിക്കുന്നതുപോലെ ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ഭൂമി മുഴുവൻ കണ്ടാൽ നമുക്ക് ഇവിടെ നിന്നോട് പറയാൻ പറ്റുമോ? നമ്മുടെ ചുറ്റുവട്ടമുള്ളതിൽ ലിമിറ്റേഷനുണ്ട്. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ലിമിറ്റേഷനുണ്ട്. കണ്ണുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കൊറോണയെയും വൈറസിനെയൊക്കെ കണ്ടുകൂടായിരുന്നോ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബാക്ടീരിയയൊക്കെ കാണുന്നുണ്ടോ? ഇല്ല. ഏറ്റവും സൂക്ഷ്മമായതിനെ കാണാൻ പറ്റില്ല. അതുപോലെ ഏറ്റവും ബൃഹത്തായതിനെയും പൂർണ്ണമായും കാണാൻ സാധിക്കില്ല. ഇനി ശബ്ദമാണെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായ ശബ്ദത്തെ കേൾക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഏറ്റവും ഉന്നതമായ ഡെസിബലിലുള്ള ശബ്ദത്തെയും കാതുകൾക്ക് ശ്രവിക്കാൻ സാധിക്കില്ല. ഒരു നിശ്ചിത അളവിനുള്ളിൽ മാത്രമേ ശബ്ദത്തെ ശ്രവിക്കാൻ കാതിന് സാധിക്കൂ. രുചിയുടെ കാര്യത്തിലും അങ്ങനെയാണ്, ഗന്ധത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലിമിറ്റേഷനുണ്ട്. ഈ എല്ലാ ലിമിറ്റേഷനും അപ്പുറത്താണ് ഭഗവാൻ. ആ ഭഗവാൻ അതുകൊണ്ട് അവ്യക്തനാണ്. അപ്പോൾ അവ്യക്തനാണ് എന്നതുകൊണ്ട് ഭഗവാനെ അറിയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും. എങ്ങനെയാണ്? ഭഗവാൻ സ്വയം തൻ്റെ ഇച്ഛയാൽ സ്വയം ഭഗവാൻ വ്യക്തനായി മാറി. അതാണ് അവ്യക്തം വ്യക്തം.
രണ്ടാമത്തെ ഭാവം വ്യക്തം, മൂന്നാമത്തെ ഭാവം അഹന്തത്വം. ഭഗവാൻ ഞാനെന്ന മായയും കൂടി ചേർത്ത് സൃഷ്ടിയിലേക്ക് പരിണമിക്കാൻ വേണ്ടി, അതാണ് അഹന്തത്വം. അത് കഴിഞ്ഞാൽ ഭഗവാൻ പഞ്ചഭൂതങ്ങളായി മാറി. ഈ പഞ്ചഭൂതങ്ങളിലാണ് ബാക്കി പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ 8 ഭാവം. ഇതാണ് ഭഗവാന്റെ പത്നിമാരെന്ന അർത്ഥത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അവ്യക്തമാണ് അവിടെ രുക്മിണി എങ്കിൽ അവിടെ ആ ഭഗവാന്റെ വ്യക്തമാണ് ജാമ്പവതി, അഹന്തത്വമാണ് അവിടെ ആര്? സത്യഭാമ. അതുകൊണ്ടാണ് സത്യഭാമ അല്പ അഹങ്കാരം കൂടെ ചേർന്ന ഭാവത്തിലാണ്. ഭഗവാനെ ത്രാസി പിടിച്ച് തൂക്കാൻ നോക്കി അല്ലേ? സത്രാജിത്ത് എന്ന് പറഞ്ഞ് ഭഗവാനെ കുറ്റം പറഞ്ഞ് നടന്ന ആളുടെ മോള പണത്തിൻ്റെ ഗാംഭീര്യം ഒക്കെ കാണിച്ചിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒരു തലമുണ്ട്. അത് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമാണ് 5 പത്നിമാർ. പിന്നീട് ഒരു 16,000 ഒരു തലം വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ പുത്രനായ നരകാസുരൻ ദിഗ്വിജയം നടത്തിയപ്പോൾ നാട്ടിലെ കന്യകമാരെ എല്ലാം പിടിച്ചുകൊണ്ടുവന്ന് തടവറയിലിട്ടു. അവരെ എല്ലാവരെയും തടവറയിലിട്ട് അങ്ങനെ അതിനെ ആസ്വദിച്ചു. കാര്യം എന്താ? എല്ലാവരും അവരവരുടെ രാജ്യത്തു നിന്ന് പിടിച്ചുകൊണ്ടുവന്ന കന്യകമാരെ മോചിപ്പിച്ചാൽ നിങ്ങൾ കഴിവുള്ളവർ, ഇല്ലെങ്കിൽ നിങ്ങളെന്നും കഴിവ് കെട്ടവർ. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വേറെ ആൾ പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ ഒരു വിലയുള്ള സാധനത്തെ എടുത്തുകൊണ്ട് പോയി, കഴിവുണ്ടെങ്കിൽ നമ്മൾ പോയി ചെന്ന് മേടിക്കണം. മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? കഴിവില്ലാത്തവൻ. അപ്പോൾ മറ്റുള്ളവരെക്കാൾ ക്യാമറാണെന്ന് തെളിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നാരദ മഹർഷിയാകട്ടെ ഈ സ്ത്രീകളെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ സാക്ഷാൽ കൃഷ്ണനെ പ്രാർത്ഥിക്കുക, രക്ഷിക്കാൻ കൃഷ്ണനെ സാധിക്കും. അങ്ങനെ കൃഷ്ണൻ വന്നു നരകാസുരനെ വധിച്ചു. ഈ 16,000 പേരെ മോചിപ്പിച്ചിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ വീടുകളിൽ പോകാൻ പറഞ്ഞു. ഈ കന്യകമാർ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങ് എല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങ് രാജാവല്ലേ, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക, കുറേ കാലം ഒരാളുടെ തടവറയിൽ ജീവിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയാൽ നാട്ടുകാരൻ ഞങ്ങളെ നല്ല ആളാണെന്ന് ധരിക്കുമോ മോശമാണെന്ന് ധരിക്കുമോ? നമ്മളെ വീട്ടിൽ നിന്നൊരു സ്ത്രീയെ കുറേ കാലം ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കുമോ? പലതരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീട്ടുകാർ പലരും ഉൾക്കൊള്ളില്ല. അപ്പം ഞങ്ങൾ അനാഥരായി മാറും. ഇനി അഥവാ ഞങ്ങൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തെറ്റായ വഴികളിലേക്ക് ചിലപ്പം അശരണരായതുകൊണ്ട് പോകേണ്ടി വരാം. ഇനി അതല്ല, ആരെങ്കിലും ഞങ്ങളെ സ്വീകരിച്ചാൽ പോലും എപ്പോഴെങ്കിലും ഒരു അനിഷ്ടം വരുമ്പോൾ ഇത് കുത്തുവാക്കുപോലെ പറഞ്ഞ് അവരത് മുതലെടുക്കും. ഇങ്ങനെ പലതരത്തിൽ. പിന്നെയോ രാജാവ് എന്ന നിലയിൽ അശരണരായ എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ളത് ആരുടെ കർമ്മമാണ്? രാജാവിൻ്റെ കർമ്മമാണ്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ ഒരു ലേബൽ വേണം. എന്താ? ഒരു ദുഷ്പേര് വരാതിരിക്കാൻ ഒരൊറ്റ ലേബൽ മതി. എന്താ? കൃഷ്ണഭഗ്നിമാരെന്നൊരു ലേബലുണ്ടെങ്കിൽ തെറ്റായ കണ്ണുകളോടെ ഞങ്ങളെ ആരും പിന്നെ നോക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളോട് തെറ്റായ സമീപനം ആരുടെ ഭാഗത്ത്. അപ്പം ഒരു സാമൂഹ്യമായ വലിയൊരു സുരക്ഷിതത്വം, സാമൂഹ്യമായ വലിയൊരു വിപത്തിൽപ്പെടാതെ ഒരു സമൂഹത്തെ സംരക്ഷിച്ച് നിർത്തുന്ന രാജധർമ്മവും ഈശ്വരധർമ്മവും സ്നേഹവും കരുണാഭാവവും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തു? അവർ പറഞ്ഞു അതിനെന്ത് വേണം ഭഗവാനോട്. അപ്പോൾ ഭഗവാനോട് അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ പത്നിമാരായി അറിയപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി. അങ്ങനെ അവർ ഓരോരുത്തരും അവരുടെ മനസ്സിൽ തന്നെ ഭഗവാനെ വരിച്ചു. അങ്ങനെയാണ് 16,000 പേരും ഭഗവാൻ ഞങ്ങളെല്ലാവരും ഭഗവാന്റെ പത്നിമാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഭഗവാന്റെ പത്നിമാരായി മാറി. അല്ല 16,008 കെട്ടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം ഒന്നുമല്ല. കാരണം ഒരു ഭാര്യയോടൊപ്പം ഒരു ദിവസം കിടന്ന് താമസിക്കണമെങ്കിൽ, ഒരു ദിവസം ഒരു രാവും പകലും ഒരു ഭാര്യയോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ 16,008 പേരോടെ ഈ വണ്ടി ഈ സ്റ്റാൻഡിൽ നിന്ന് ഓടി തിരിച്ച് ഈ സ്റ്റാൻഡിൽ തിരിച്ചു വരും. അത് രുക്മിണി അടുത്തുനിന്ന് പോയി എല്ലായിടവും ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു വരണമെങ്കിൽ 43 വർഷവും 86 ദിവസവും വേണം. മനസ്സിലായോ? നടക്കുന്ന കാര്യം വല്ലതും ആണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഗോപികമാരെങ്ങനെയാണോ മനസ്സുകൊണ്ട് ഭഗവാനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചത് അതുപോലെ ഇവരെല്ലാവരും സ്ഥാപിച്ചു. ഇവിടെ നമുക്കും എല്ലാവർക്കും ഭഗവാനെ പതിയായി സ്വീകരിക്കാൻ സാധിക്കും. അപ്രകാരം ഭഗവാന്റെ ആ ലീലകളും നമുക്ക് കാണാൻ സാധിക്കും. മംഗളപൂർണ്ണമായ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.